പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, KRLC-BC പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ മിസിയോ 2020 5-ാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. കർത്താവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയെ നയിക്കുന്നത് എന്നെനിക്ക് ഉറപ്പാണ്. പരിശുദ്ധാത്മാവാണ് പ്രൊക്ലമേഷൻ കമ്മീഷനെ നയിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ പൊന്തിഫിക്കൽ മിഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയുടെ അഭിഷേകമുള്ള ശുശ്രൂഷയാണ് വചന പ്രഘോഷണ കമ്മീഷൻ. ആ കമ്മീഷനെ ഇപ്പോൾ ദൈവം മിസിയോ 2020 ഷെക്കേന ടെലിവിഷൻ ശുശ്രൂഷയിലൂടെ ദൈവം നയിക്കുന്നു എന്നതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, സകലത്തിന്റെയും അതിനാഥനായ ദൈവമേ, വചന പ്രഘോഷണങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഉടയവനായ ദൈവമേ, അങ്ങാണല്ലോ അതിന്റെ അതിനാഥൻ. അങ്ങറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഓരോ മിഷൻ വേല ചെയ്യുന്ന ഓരോ ശുശ്രൂഷകരെ വചനം കൊണ്ട് നിറയ്ക്കണമേ. ബൈബിളിലെ ഓരോ വരികൾ കൊണ്ട് നിറയപ്പെടട്ടെ, വചനം കൊണ്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവിനെ നമുക്കിപ്പോഴും പാടി മഹത്വപ്പെടുത്തി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.
പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസിയോ 2020 5-ാമത്തെ ദിവസം ഒരു മിഷണറിയുടെ കാതല്, ഒരു മിഷണറിയെ നയിക്കേണ്ടത് എന്താണ് എന്ന വിഷയമാണ് നാം കൈകാര്യം ചെയ്യുന്നത്. ആ വിഷയം, ആ ഒരു മിഷണറിയെ നയിക്കേണ്ടത് വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിൽ നയിക്കുന്ന ഒരു സുവിശേഷകൻ, ഒരു മിഷണറി, ഒരു വചനപ്രഘോഷകൻ, അതാണ് 5-ാമത്തെ ദിവസത്തിൽ മിസിയോ 2020 നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഞാനൊരു കഥ വായിക്കാനിടയായി. ആ കഥ ഇങ്ങനെയാണ്. ഒരു പക്ഷി പറന്നു വന്ന് ഒരു മരത്തിൻ്റെ ഉണങ്ങിയ ചില്ലയിലിരുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ മരം പക്ഷിയോട് പറഞ്ഞു, പക്ഷി, നീ നല്ല ഉറപ്പുള്ള ഒരു കമ്പിലേക്ക് മാറിയിരിക്കുക. കാരണം നീ ഇപ്പോൾ ഇരിക്കുന്നത് ഉണങ്ങിയ കമ്പിലാണ്. എനിക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല, ഒരു പക്ഷേ അത് ഒടിഞ്ഞു പോകാം. അപ്പൊ അതുകൊണ്ട് നീ ഉറപ്പുള്ള ഒരു ചില്ലയിലേക്ക് മാറിയിരിക്കുക. അപ്പോൾ ആ പക്ഷി പറഞ്ഞു, പ്രിയപ്പെട്ട, നിന്റെ സ്നേഹത്തിന് ഒത്തിരി നന്ദി. എന്നാൽ ഈ ഉണങ്ങിയ ചില്ലയിൽ ഇരിക്കുന്നതിന് എനിക്ക് യാതൊരു ഭയവുമില്ല. പ്രൈസ് ദ ലോർഡ്. കാരണം ഈ ഉണങ്ങിയ ചില്ലയിലിരുന്ന് എങ്ങാനും ഈ ചില്ല ഒടിഞ്ഞു പോയാൽ എനിക്ക് എൻ്റെ ചിറകുകളിൽ അത്രമാത്രം വിശ്വാസമുണ്ട്. എങ്ങാനും ഒടിഞ്ഞു വീണാൽ എനിക്ക് എൻ്റെ ചിറകുകൾ ഉപയോഗിച്ച് പറന്നുയരാനായി സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചനപ്രഘോഷകന്റെ, ഒരു മിഷണറിയുടെ, ഒരു പ്രേഷിതന്റെ ചിറകുകളാണ് ദൈവത്തിൻ്റെ വചനം. ഏത് പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും, ഏത് വെല്ലുവിളികളുടെ മുൻപിലും അവനെ ബലപ്പെടുത്തുന്നത്, അവനെ രക്ഷിക്കുന്നത്, അവന് കൃപകൾ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഒരു മിഷണറിയുടെ, ഒരു സുവിശേഷ പ്രഘോഷകന്റെ ചിറകുകളാണ് ദൈവത്തിൻ്റെ വചനം, ദൈവവചനം. ആ വചനത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ഒരു പ്രേഷിതൻ, ഒരു സുവിശേഷകൻ സഭയെ പടുത്തുയർത്തക്ക തരത്തിൽ വളരാനായി സാധിക്കുകയുള്ളൂ. ബെനഡിക്റ്റ് പാപ്പ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, ഒരാൾ വചനത്തിൽ ജീവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വചനത്തിലൂടെ കടന്നു പോകാൻ പാടുപെടുമ്പോഴാണ് വചനത്തിൻ്റെ ഊക്കും ഊർജവും തുറക്കപ്പെടുന്നത്. വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയുടെ വിശ്വരൂപം വെളിപ്പെടുന്നത് ഒരാൾ വചനത്തിലൂടെ ഊഴിയിട്ട് ഇറങ്ങുമ്പോഴാണെന്ന് ബെനഡിക്റ്റ് പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. മിസിയോ 2020 നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഈ 5-ാമത്തെ ദിവസം ഓരോ പ്രേഷിതന്റെ ചിറകുകളാണ് വചനമെന്ന ആ വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കുന്നത് ആലപ്പുഴയുടെ മെത്രാൻ അഭിവന്യ ജെയിംസ് ആനാപറമ്പിൽ പിതാവാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തെ സ്നേഹിക്കുന്ന, വചനത്തെ ധ്യാനിക്കുന്ന, വചനത്തെ സ്വായത്തമാക്കിയിരിക്കുന്ന ഒരു ചിന്തകനും, ഒരു ധ്യാനഗുരുവും, ഒരു പണ്ഡിതനുമാണ് അഭിവന്യ ജെയിംസ് ആനാപറമ്പിൽ പിതാവ്. വളരെ ചെറുപ്പം മുതലേ എനിക്ക് പിതാവിനെ അറിയാം. ഞാൻ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ പഠിക്കുമ്പോൾ ആ കോളേജിലെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു. അന്ന് എത്രമാത്രം
ആ യുവ വൈദികൻ വചനത്തെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളായ ഞങ്ങളെയൊക്കെ ഇടയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി അദ്ദേഹം ഞങ്ങളെ വചനം പഠിപ്പിക്കുമായിരുന്നു. യാതൊരുവിധ നിർബന്ധവും ഉണ്ടായിരുന്നില്ല. ആ ശുശ്രൂഷ അദ്ദേഹത്തിന് ചെയ്യണമെന്ന് അവിടെ ഒരു നിയമവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വചനത്തോടുള്ള സ്നേഹത്താൽ, വചനം കൊടുക്കാനുള്ള തീഷ്ണതയാൽ, വചനം പഠിക്കാനുള്ള ആഗ്രഹത്താൽ, വചനം പങ്കുവയ്ക്കലാണല്ലോ യഥാർത്ഥത്തിലുള്ള പ്രേഷിതം. അപ്പോൾ ഒരു പ്രേഷിതന്റെ അനുഭവം, ഒരു പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് താൻ കണ്ടുമുട്ടിയ ദൈവവചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പത്തരത്തില് വചനത്തെ സ്നേഹിക്കുന്ന, നിരന്തരം വചനം പഠിക്കുന്ന ഒരു മിഷണറിയുടെ ശക്തി എന്ന് പറയുന്നത് വചനമാണെന്നുള്ള ധ്യാനചിന്ത ഇന്ന് നാം ഇവിടെ പങ്കുവെക്കുമ്പോൾ അനുഗ്രഹീതനായ അഭിവന്യ ജെയിംസ് പിതാവിനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്കെല്ലാവർക്കും വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിവന്യ പിതാവിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ജെയിംസ് പിതാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, വചനത്തെ ധ്യാനിക്കുന്ന ഒരു പിതാവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അഭിവന്യ പിതാവിനെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഒത്തിരി സ്നേഹത്തോടെ അഭിവന്യ ജെയിംസ് പിതാവിനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ നമ്മുടെ മിഷൻ മാസത്തോടനുബന്ധിച്ചിട്ടുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന മിഷൻ പ്രചരണ പരിപാടികൾ, പ്രാർത്ഥന, അതുപോലെ തന്നെ ദൈവവചന ധ്യാനം, അതിനായി നമ്മൾ 10 ദിവസങ്ങൾ നീക്കി വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് അസാധാരണമായ മിഷൻ മാസമായി ഒക്ടോബർ മാസം നമുക്ക് ആഘോഷിക്കുവാനായിട്ട് സാധിച്ചു, ആചരിക്കുവാൻ പറ്റി. ഈ വർഷം നമുക്കത് ഈ പ്രത്യേക സാഹചര്യത്തിൽ മിഷൻ ഞായറാഴ്ചയോടനുബന്ധിച്ച് നമ്മൾ 10 ദിവസമായി ഒന്ന് ചുരുക്കിയാണ്. അത് ഈ വർഷം ഇങ്ങനെ ഒരു പ്രത്യേക മിഷൻ മാസമായി കൊണ്ടാടുക എന്നുള്ള ഒരു ആഹ്വാനം പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയിട്ടില്ലെങ്കിലും നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹമുണ്ട്. ഒക്ടോബർ മാസത്തെ പൊതുനിയോഗം മിഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് അറിയപ്പെടണം, അറിയപ്പെടുന്ന വഴിയായിട്ട് സ്നേഹിക്കപ്പെടണം. അവിടെ നിന്ന് അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് പ്രഘോഷിക്കപ്പെടണം. അത് സഭയെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതാണ് കർത്താവിൻ്റെ ആഹ്വാനം. ലോകമെങ്ങും പോകുക. ഈ കൊറോണ സാഹചര്യത്തിൽ യാത്ര അങ്ങേയറ്റം ലഘൂകരിച്ചിട്ടുള്ള നാളുകളിൽ ലോകമെങ്ങും പോവുക എന്നതിന് ഒരു വലിയ യാത്രയുടെ സങ്കല്പം എന്നത് അത് നമ്മുടെ നിരത്തുകളിലൂടെയും അതുപോലെ തന്നെ ആകാശത്തിലൂടെയോ ഉള്ള യാത്രയേക്കാൾ ഉപരിയായിട്ട് ഒരു ആത്മീയ യാത്രയായിട്ട് ലോകത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവവചനം ഭൂമിയുടെ നടുവിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭൂമിയുടെ ഉള്ളിലേക്ക്, ഭവനത്തിൻ്റെ ഉള്ളിലേക്ക്, മനുഷ്യഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ദൈവവചനത്തെ നൽകുക എന്നുള്ള യാത്രയായിട്ട് നമുക്കതിനെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, നമുക്ക് പരിശുദ്ധ പിതാവ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മനോഹരമായ സുവിശേഷ ധ്യാനം ഫ്രത്തേലി തൂത്തി, നമ്മെല്ലാവരും സഹോദരങ്ങളാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം ഇന്നത്തെ എഡിറ്റോറിയൽ, നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പോലും ഈ ലേഖനമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് കാണുമ്പോൾ എന്തുമാത്രം ആഹ്വാനത്തോടുകൂടെ, എന്തുമാത്രം സന്തോഷത്തോടുകൂടെ ഈ ലേഖനം സ്വീകരിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവിൻ്റെ സ്വരം ലോകം സ്വീകരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണ്. അപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകളിൽ ഭൂമി ഒരു കുടുംബമാണ്. അതുകൊണ്ട് ലോകം മുഴുവനുമുള്ള സുവിശേഷ പ്രസംഗത്തിന് ഇന്ന് അതിൻ്റെ ഒരു ധ്വനി കുടുംബത്തോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഭൂമി മുഴുവനും, പ്രപഞ്ചം മുഴുവനും കുടുംബമാണ്.
അതുകൊണ്ട് ഒരു കുടുംബത്തിന് നിരക്കാത്തത് എന്തോ അതൊക്കെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യണം. കുടുംബത്തിന് യോജിക്കുന്നതെല്ലാം, നമ്മുടെ കൂട്ടുവാസത്തിന് യോജിക്കുന്നതെല്ലാം ഭൂമിയിലുണ്ടാകണം. ഇതാണ് സുവിശേഷം വഴി നടത്തുന്ന, അല്ലെ സുവിശേഷത്തിൽ നമ്മുടെ രക്തപങ്കിലമായ പാപപങ്കിലമായ ജീവിതത്തെ നാം കഴുകി വിശുദ്ധീകരിച്ച് നിർമ്മലമാക്കുക. വെളിപാട് പുസ്തകത്തിൽ പറയുന്നതാണ്, കുരുത്തോലയേന്തിയ കുഞ്ഞാടിനെ പിൻചെല്ലുന്ന സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാലാഖ പറഞ്ഞു കൊടുക്കുന്നത്, ഇവരെവിടെ നിന്ന് വരുന്നെന്നറിയാമോ? ഒരു വലിയ ദുരിതത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഈ വലിയ ദുരിതത്തിൽ നിന്ന് വരുന്നവർ ധരിച്ചിട്ടുള്ള വെള്ളവസ്ത്രം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചതാണ്. രക്തത്തിൽ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും വസ്ത്രത്തിൻ്റെ നിറം ചുവപ്പാണ്, പക്ഷെ അത് വെള്ളയായിട്ട് മാറിയിരിക്കുന്നു. എന്ത് മനോഹരമായിട്ടാണ് ഈ വെളിപാട് പുസ്തകത്തിലെ ഈ മനോഹര ദൃശ്യം. രക്തത്തിൽ കഴുകുമ്പോൾ വസ്ത്രം വെളുത്തതായിത്തീരുന്നു. രക്തം മാർട്ടിടം, രക്തസാക്ഷിത്വത്തിൻ്റെ ത്യാഗത്തിൻ്റെതാണ്. അതിൻ്റെ ക്ലൈമാക്സ് ഈശോയുടെ കുരിശുമരണമാണ്. ഈശോയുടെ കുരിശുമരണത്തിൽ പങ്കുചേരുന്നവർ അതുവഴി പ്രാപിക്കുന്ന രക്ഷ വഴിയായിട്ട് അവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. നിത്യജീവൻ്റെ അടയാളമാണ് വെള്ള വസ്ത്രമെന്നത്. അപ്പോൾ ഒരേ സമയം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിൽ, അവിടുത്തെ കുരിശുമരണത്തിലും അതുപോലെ തന്നെ അവിടുത്തെ പുനരുത്ഥാനത്തിലും പങ്കുചേരുന്ന ഈ സമൂഹമാണ് ഈ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം നമ്മൾ കേൾക്കുന്നത്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടി. ഇതാണ് ദൈവത്തിൻ്റെ ഭവനം. ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ഭവനമായിട്ട് കുടുംബമായി തീരുന്നതിന് നാം എല്ലാവരും കടന്നു ചെല്ലുന്ന വാതിലാണ് ക്രിസ്തു. ഈ വാതിൽ, അതേ കുരിശുമരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയുമുള്ള ഈ വാതിൽ, അതിലൂടെ കടന്ന് നാം പ്രാപിക്കുന്ന മഹത്വീകരണം. അപ്പോൾ സുവിശേഷവൽക്കരണം പ്രപഞ്ചത്തിൻ്റെ മഹത്വീകരണമാണ്, പ്രപഞ്ചത്തെ മഹത്വവൽക്കരിക്കലാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഇത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നതാണ്, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടിയത് നെടുവീർപ്പിടുകയാണ്. ദൈവമക്കളായിട്ട് ഭൂമിയിൽ മാറുക. അതിനാണ് ക്രിസ്തുവിലുള്ള ഭാഗഭാഗിത്വം വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്ന നീതീകരണവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയും നമ്മെ ഈ പുതിയ മനുഷ്യനായി തീരുവാൻ സഹായിക്കുക. അങ്ങനെ ഈ പുതിയ മനുഷ്യൻ രൂപപ്പെടുമ്പോൾ പ്രപഞ്ചവും അതിനോടുകൂടി നവീകരിക്കണം. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ ഒരു നിലവിളിയിലാണ്. പ്രപഞ്ചത്തിൻ്റെ നോവതാണ്, പ്രപഞ്ചത്തിൻ്റെ വേദനയും പ്രാർത്ഥനയും അതാണ്. ഭൂമിയിലെ മനുഷ്യർ ദൈവമക്കളുടെ മഹത്വം പ്രാപിക്കുക. അപ്പോൾ മിഷൻ ദൗത്യം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഈ മഹത്വീകരണത്തിലേക്കുള്ള ഒരു പാതയാണ്. പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്ന ദർശനം, അദ്ദേഹത്തിൻ്റെ ഈ ഒടുവിലത്തെ അതും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് നൽകുന്ന ഈ ലേഖനത്തിൽ ഫ്രത്തേലി തൂത്തി നമ്മെല്ലാം സഹോദരങ്ങളിലൂടെ നൽകുന്ന ഈ ആഹ്വാനം, ഈ രൂപാന്തരീകരണം, അതിൽ മതങ്ങൾക്ക്, ലോകത്തിലെ വിവിധ മതങ്ങൾക്ക് വലിയൊരു റോള്, ഒരു ഭാഗം നിർവഹിക്കുവാനായിട്ടുണ്ട്. പാപ്പ അത് എടുത്തു പറയുന്നുണ്ട്. എന്താ? ഒരു ട്രാൻസെൻഡൻറ്റ് ഡയമെൻഷൻ. ഭൂമിയെ നവീകരിക്കുന്നതിനായിട്ട് ഭൂമിയിൽ നിന്ന് മുകളിൽ നിൽക്കുന്ന, ഭൂമിയെ ഈ നവീകരണത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ഒരു ആത്മീയ കാര്യത്തെപ്പറ്റി പറയാൻ മതങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ സഭ മനസ്സിലാക്കുന്നത് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഈ സ്വർഗീയ പിതാവിനെ കണ്ടുകൊണ്ടാണ്. പിതാവിൻ്റെ മക്കൾ, ആ ഒരു ട്രാൻസെൻഡൻ്റൽ ഡയമെൻഷൻ, ദൈവം പിതാവാണെന്നുള്ള ആ ആത്മീയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് മാത്രമേ ലോകത്തിൽ സമാധാനവും സാഹോദര്യവും രൂപപ്പെടുകയുള്ളൂ. ഇപ്പോൾ പാപ്പ നൽകുന്ന ഈ ലേഖനത്തെയും കൂടി മുൻനിർത്തി നമുക്ക് ഈ മിഷൻ വാരം, അല്ലെങ്കിൽ മിഷന് വേണ്ടി പ്രത്യേകം നീക്കി വെച്ചിട്ടുള്ള ഈ ദശദിനങ്ങൾ ചിലവിടാം. ഞാൻ കുറച്ച് ഇന്ന് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള മിഷൻ ചിന്തയെപ്പറ്റി പറയുക, അതിനായിട്ടാണ് ഏതാനും സമയം ചിലവിടുക. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും എടുത്ത് സംസാരിക്കാമെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ അങ്ങനെയൊന്നും സാധിക്കല്ലോ, പരിമിതമായ സമയത്തിനുള്ളിൽ സംസാരിക്കുമ്പോൾ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായമാണ് ഇന്നത്തെ ഒരു കീ ആയിട്ട്, അതിനായിട്ടുള്ള ഒരു
താക്കോലായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം ഈശോ 72 പേരെ മിഷൻ ദൗത്യത്തിലേക്ക് അയക്കുന്ന അധ്യായം. അവരെ പറഞ്ഞു വിടുന്നു. അവർക്ക് ഈശോ തൻ്റെ ശക്തി പകർന്നു കൊടുത്ത് പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനായിട്ടുള്ള കഴിവ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഇത് ധൈര്യത്തിൻ്റെയും അതുപോലെ വിശ്വാസത്തിൻ്റെയും ഒരു യാത്രയാണെന്ന് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് അനുബന്ധമായിട്ടുള്ള സുരക്ഷിതത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. നിങ്ങൾ ബാഗ് കൊണ്ടുപോകരുത്, നിങ്ങൾ 2 പേര് ഡ്രസ്സ് വേണ്ട, യാത്ര ചെയ്തുകൊള്ളുക. ഇവർ തിരികെ എത്തുന്നതാണ് സുവിശേഷത്തിൻ്റെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. അവർ തിരികെ എത്തുമ്പോൾ ഈശോ ആത്മാവിൽ സന്തോഷിക്കുന്നു. അവർക്ക് പറയുവാനായിട്ടുള്ളത് അവരുടെ യാത്ര വിജയിച്ചുവെന്ന്. അവർ പ്രസംഗിച്ചു, എല്ലാ ഗ്രാമങ്ങളിലും പോയി പ്രസംഗിച്ചു. യേശു എത്തേണ്ടടുത്ത് യേശുവിൻ്റെ മുൻപേ അവിടുന്ന് അവർ അയക്കപ്പെട്ടവരാണ്. ഒരു കാര്യം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ശ്രദ്ധിക്കണം. ലൂക്കായുടെ സുവിശേഷം കൂടുതലും പറയുന്നത് ശിഷ്യന്മാർ യേശുവിൻ്റെ പിറകെ നടക്കേണ്ടവരാണ്. കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിറകെ വരേണ്ടവർ. യേശുവാണ് മുമ്പിൽ നടക്കുന്നത്, ക്രിസ്തുവാണ് മിഷണറി. 10-ാം അധ്യായത്തിൽ താൻ പോകേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടടത്തേക്ക് യേശു അവരെ തൻ്റെ മുൻപേ അയച്ചു, തൻ്റെ സാന്നിധ്യത്തിൽ അയച്ചു. ഈ മൂലത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് വാക്ക് എൻ പ്രോസോപ്പോ ഔത്തോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖസാന്നിധ്യത്തിൽ അവിടുത്തെ മുൻപിൽ നടക്കുന്നവർ. മുൻപ് നടക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മുൻപേ കാലം കൊണ്ട് യാത്ര ചെയ്ത് ഓടിപ്പോയെന്ന അർത്ഥത്തെക്കാൾ ഉപരിയായിട്ട് യേശുവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശമായിട്ട് അവർ യേശുവിൻ്റെ മുഖം നോക്കി നടന്നു എന്നാണ്. അങ്ങനെ മിഷൻ പ്രവർത്തനങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ മുഖം നോക്കിയും കൂടി നടക്കണം. മിഷണറി എപ്പോഴും ദൈവത്തിൻ്റെ മുഖം നോക്കി നടക്കുന്നത്. ആ മുഖത്തിൽ നിന്ന് കിട്ടുന്ന പ്രകാശമാണ് തൻ്റെ ജീവിതത്തിലേക്ക് തെളിച്ച് വഴിയിൽ പ്രകാശമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുന്നവർ. അങ്ങനെ യേശു അയച്ചു. അവർ തിരികെ എത്തിയപ്പോൾ അവരെ പ്രതി കർത്താവ് തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തി ആത്മാവിൽ ആനന്ദിച്ചു. ഈ ആത്മാവിൽ ആനന്ദിച്ച് വെളിപ്പെടുത്തപ്പെടുന്ന രഹസ്യത്തെപ്പറ്റി, ശിശുക്കൾക്ക് വെളിപ്പെടുത്തപ്പെടുന്ന രഹസ്യത്തെപ്പറ്റി, പിതാവിൻ്റെ തിരുനിശ്ചയം, അതിനെ ആനന്ദിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് നാം കേൾക്കുന്നത് 2 മനോഹരമായ വിവരണങ്ങളാണ്. ഒരുപക്ഷെ ഈ മിഷണറി ദൗത്യത്തിൻ്റെ നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ദൗത്യത്തിൻ്റെ 2 മനോഹര വിവരണങ്ങൾ. വിഖ്യാതമായിട്ടുള്ള നല്ല സമരിയാക്കാരൻ്റെ ഉപമയും അതുപോലെ തന്നെ സുവിശേഷത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ സുവിശേഷത്തിൽ ധ്യാനിച്ച മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലുള്ള യേശുവിന് നൽകപ്പെടുന്ന ആതിഥ്യവും, അവിടെ മറിയം യേശുവിൻ്റെ കാൽച്ചുവട്ടിലിരിക്കുന്നു, എന്നിട്ട് അതിനെ വിളിക്കുന്നത് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഈ 2 വിവരണങ്ങൾ സുവിശേഷത്തിൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ കാതലായിട്ടുള്ള 2 മാനങ്ങളെ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ഞാനതാണ് ഇന്ന് ഈ വേളയിൽ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നല്ല സമരിയക്കാരൻ നമ്മളോട് പറയുന്നത് മിഷണറിയുടെ കണ്ണ് കരുണ നിറഞ്ഞതായിരിക്കണമെന്നതാണ്. ഐസ് ഫുൾ ഓഫ് കമ്പാഷൻ. എല്ലാ മിഷൻ ദൗത്യത്തിൻ്റെയും പ്രചോദനം ഈ കണ്ണിൽ ദൈവത്തിൻ്റെ കരുണ ഉണ്ടായിരിക്കും. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നോട്ടം കരുണയുടെ ദൃഷ്ടിയായിരിക്കും. സമരിയക്കാരന് ലഭിച്ചതാണ്. സമരിയക്കാരന് വഴിയിൽ വീണ് കിടന്ന ഈ പതിതനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. അവൻ കണ്ടു. തൊട്ടു മുമ്പേ വന്ന പുരോഹിതനും ലേവായനും കണ്ടില്ല, അല്ല കണ്ടിട്ടും അവഗണിക്കാതെ പോയി. ആ കണ്ണുകളിൽ കരുണ നിറഞ്ഞില്ല. സമരിയക്കാരൻ ഈ വഴിയിൽ വീണവനെ കണ്ടപ്പോൾ അവൻ കരുണാർദ്രനായി, അവൻ അനുകമ്പാപൂർണനായി. ഹൃദയത്തിൽ അനുകമ്പ, കണ്ണിൽ കരുണയായപ്പോൾ പിന്നെ നടക്കുന്നതൊക്കെ സുവിശേഷം മനോഹരമായിട്ട് വിവരിക്കുന്നു. അതൊരു ഡയമെൻഷൻ. രണ്ടാമത്തത്, കണ്ണിൽ കരുണയുണ്ടെങ്കിൽ ഹൃദയത്തിൽ ധ്യാനവും വേണം. അതാണ് ഇന്നത്തെ മറിയത്തിൻ്റെ ചിത്രം നമുക്ക് പറഞ്ഞു നൽകുന്നത്. മർത്ത കരുണയുള്ള വ്യക്തി തന്നെയാണ്. മർത്തയെ ഈശോ തള്ളിപ്പറയുന്നില്ല. അവൾ പല കാര്യങ്ങളിൽ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതയാണ്. അവൾക്ക് ആവശ്യമായിരുന്നത് മറിയമാണ് മാതൃയായി വരുന്നത്. ലാസറിൻ്റെ സഹോദരിയായ ഈ മറിയം, മാർത്തായുടെ സഹോദരിയായ മറിയം, അവൾ ഹൃദയത്തിൽ ധ്യാനം നിറച്ചു. ഹൃദയത്തിൽ ധ്യാനം, കണ്ണുകളിലെ കരുണ, ഇത് 2ഉം ഇന്നത്തെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു മുഖ്യ
ഘടകമാണ്. എങ്ങനെയാണ് മിഷൻ പ്രവർത്തനം ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ലോകം മുഴുവനും തറവാട്, ലോകം മുഴുവനും ഭവനമായി തീരുമ്പോൾ മിഷൻ പ്രവർത്തനം ഭൂമിയിൽ കരുണ നിറയ്ക്കുകയും ഭൂമിയിൽ ഹൃദയത്തിൽ ധ്യാനം നിറയ്ക്കലുമാണ്. നമുക്കതിലേക്കൊന്ന് സാവധാനം ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം. ഒന്ന് ഈ ഉപമയുടെ പ്രത്യേകത പരിശുദ്ധ പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉപമയായിട്ടാണ് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി പാപ്പ എഴുതുന്നതിൽ എല്ലാത്തിലും വരുന്ന പ്രധാന കഥാപാത്രം സമരിയക്കാരൻ. ഈ ഫ്രത്തേലി തൂത്തിയതിലും പാപ്പ ബൈബിൾ ധ്യാനം തുടങ്ങുന്നത് സമരിയക്കാരൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. എ സ്ട്രേഞ്ചർ ഇൻ ദ സ്ട്രീറ്റ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം ഒരു നിയമജ്ഞൻ്റെ ചോദ്യമാണ്. നിത്യജീവൻ പ്രാപിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ പ്രാപിക്കുന്നതിന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരവും പറഞ്ഞു, നീ കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക, നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ നിയമം വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്വാഭാവികം നമുക്ക് മനസ്സിലാകുമല്ലോ. ഈശോ പറയുമ്പോഴെല്ലാം പുതിയ നിയമം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമല്ല, എഴുതപ്പെട്ടതായിട്ടുള്ളത് പഴയ നിയമമാണ്. അതിനെയാണ് വിശുദ്ധ ഗ്രന്ഥമെന്ന് വിളിക്കുക. അപ്പോൾ പഴയ നിയമത്തിൻ്റെ സംഗ്രഹം അത് റബിമാര് അതുപോലെ തന്നെ ഈശോ സുവിശേഷത്തിൽ ഒക്കെ സംഗ്രഹിച്ചിട്ടുണ്ട്. 2 പ്രമാണങ്ങളിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യത്തേത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കേൾക്കുന്ന ക്ഷമ പ്രാർത്ഥന. ക്ഷമ എന്നുള്ള പ്രാർത്ഥന എന്ന് അതറിയപ്പെടുന്നത്, അത് തുടങ്ങുന്നത് ക്ഷമ എന്നുള്ള ഒരു ആഹ്വാനത്തോടെ. ക്ഷമ എന്ന് പറഞ്ഞാൽ അർത്ഥം ലിസൺ, ഹിയർ, നീ കേൾക്കുക, അല്ലയോ ഇസ്രായേലെ കേൾക്കുക. എന്നിട്ട് അതിൽ പറഞ്ഞ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. ആ പ്രമാണമാണ് പ്രമാണങ്ങളിൽ ശ്രേഷ്ഠമായിട്ട് ഇവിടെ എടുത്തു പറയുന്ന ആദ്യത്തെ പ്രമാണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തത് ലേവായരുടെ പുസ്തകത്തിൽ നിന്നുള്ള ലേവായരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അതിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ എല്ലാ കൽപ്പനകളും സംഗ്രഹിക്കപ്പെട്ട എല്ലാറ്റിലുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ അയൽക്കാരനെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇതാണ് മിഷൻ പ്രവർത്തനം. എല്ലാറ്റിലുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. അതിന് ഉള്ള 3 കാരണങ്ങൾ. അങ്ങനെ എല്ലാറ്റിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ഹൃദയത്തോട്, സർവശക്തിയോടുകൂടി സ്നേഹിക്കുക. എനിക്കുള്ളതെല്ലാം ഉപയോഗിച്ച് സ്നേഹിക്കുക. ബുദ്ധി കൊണ്ടും നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്തെ പ്രമാണമാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 2ാമത്തെ പ്രമാണത്തിലാണ് ഇതിൻ്റെ 2ാം ഭാഗം തുടങ്ങുന്നത്. നമുക്കറിയാം, ഇത് പഠിപ്പിച്ചതിന് ശേഷം നിയമജ്ഞൻ തന്നെ സാധൂകരിക്കാനായിട്ട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ള ഉത്തരമാണ് ഈ സമരിയക്കാരൻ്റെ കഥ വിവരിക്കുന്നത്. അതിനെ തുടർന്ന് തൊട്ട് താഴെ വരുന്ന ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ ഈശോ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലെത്തുന്നത്. അവിടുത്തെ ആ സംഭവം വിവരിക്കുന്നത് ഇന്ന് ഈശോ പഠിപ്പിക്കുന്ന ഈ ആദ്യത്തെ പ്രമാണമാണ്. പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹം. അതാണ് മറിയം ചെയ്യുന്നത്. അപ്പോൾ മറിയം 1ാമത്തെ കൽപ്പനയുടെ ദൃഷ്ടാന്തീകരണവും അതിൻ്റെ എംബോഡിമെൻറ്റ്, അതിൻ്റെ ഉദാത്തമായ മാതൃകയും, സമരിയക്കാരൻ 2ാമത്തെ കൽപ്പനയുടെ ഉദാത്തമായ മാതൃകയുമാണ്. ഇത് രണ്ടും ഉണ്ടാകണം. നമ്മൾ ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ സഞ്ചരിക്കുന്നത്, നമുക്ക് ദൈവം 2 കാല് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്നത് 2 കാല് കൊണ്ടാണെങ്കിലും നമ്മൾ സഞ്ചരിക്കുന്നത് ആദ്യം 1 കാലാണ്. അപ്പോൾ ആദ്യം ഇടത്തെ കാല് വെക്കാം, അല്ലെങ്കിൽ ആദ്യം വലത്തെ കാല് വെക്കാം, പിന്നീട് നമ്മൾ എടുത്ത് വെക്കുന്നത് ഇടത്തേക്കാലം, ഇടത്തേക്കാലും വലത്തേക്കാലും ഇങ്ങനെ പോകണം എന്നുള്ളതാണ്. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയും. അതുപോലെ ഒന്നിന് പകരമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരമല്ല സഹോദരൻ സ്നേഹിക്കൽ, സഹോദരൻ സ്നേഹിക്കുന്നതിന് പകരമല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. അത് രണ്ടുമുണ്ടാകും.
അവിടെയാണ് സമരിയക്കാരനും അതുപോലെ തന്നെ മറിയവും ഒരുപോലെ സ്വീകരിക്കപ്പെടുന്നു. ആദ്യത്തെ ഉപമയിൽ, സമരിയക്കാരൻ്റെ ഉപമയിൽ പേരില്ലാത്ത കഥാപാത്രം വഴിയിൽപ്പെട്ടവനാണ്. ഒരു മനുഷ്യൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയായിരുന്നു. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് വന്നാണ്. ജെറൂസലേം ആത്മീയ തലസ്ഥാനമാണ്, അല്ലെങ്കിൽ വിശുദ്ധിയുടെ ഇടമാണ്, ദൈവ സാന്നിധ്യമാണ്. അവിടെ നിന്ന് പൊതുജീവിതത്തിലേക്ക് ഇറങ്ങും. ജെറീക്കോ പട്ടണം തെരുവാണ്, അല്ലെങ്കിൽ മനുഷ്യർ കണ്ടുമുട്ടുന്ന ഒരു പൊതുനിരത്തിൽ. അപ്പോൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യൻ, അവന് പേരില്ല, ആണാണോ പെണ്ണാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഏതായിരുന്നാലും കഥാപാത്രത്തെ അവനെന്ന് വിശേഷിപ്പിക്കുന്ന അതൊരു പുരുഷനായിരുന്നു നമുക്ക് ഇമാജിൻ ചെയ്യാം. ആരുമാകാം, ഒരു വ്യക്തി, അവന് പേരില്ലാത്തവർ. പിന്നെ കുറെ കൊള്ളക്കാരൻ, അവർക്കും പേരില്ല. ഇപ്പം വായിക്കുമ്പോൾ എന്താണ് നമ്മൾക്ക് തോന്നുന്നത്, എനിക്ക് കുസൃതി നിറഞ്ഞ ഒരു ചോദ്യം. ഈ ഉപമയിൽ ഈ കൊള്ളക്കാർക്ക് എവിടെയെങ്കിലും അവരെ പിടിച്ച് ശിക്ഷിക്കെങ്കിലും ചെയ്യണം. അവന് കൊള്ളക്കാരും പിടിച്ച് ശിക്ഷിക്കുന്നത് ഉപമയിൽ ഇല്ലല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുന്ന ഒരു ഇന്നത്തെ അതൊക്കെ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളണം. കൊള്ളക്കാരോടൊക്കെ അവരൊക്കെ കണക്ക് ബോധിപ്പിക്കണം. അത് ഈശോ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, ബാക്കി വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അത് പൂർത്തീകരിക്കുവാനുള്ള നമ്മുടെ ദൗത്യമാണ്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ, അപകടത്തിൽപ്പെടുന്ന മനുഷ്യൻ, പിന്നെ ആ വഴിയിലൂടെ കടന്നു വരുന്നവരാണ്, വഴിയാത്രക്കാരാണ്. അവരെല്ലാം ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് ഇറങ്ങുന്നവരാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ഇതിൻ്റെ ന്യായീകരണമായിട്ട് പുരോഹിതനും ലേവായനും കണ്ടിട്ട് ചെയ്യാതിരുന്നത്, അവർ ദേവാലയത്തിൽ പോവുകയായിരുന്നപ്പോൾ അതുകൊണ്ട് ദേവാലയത്തിലേക്ക് പോകുന്നത് കൊണ്ട് മൃതദേഹമോ അല്ല ഇതുപോലെയുള്ള എങ്ങാനും ഇത് മരിച്ച ആളെ അർദ്ധപ്രാണനായി വിട്ടുകളഞ്ഞു എന്നാണല്ലോ പറയുന്നത്. ഇത് മരിച്ചിട്ടുണ്ടോ ജീവനുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ സ്പർശിച്ചാൽ, ഇയാൾ മരിച്ച ഒരു മൃതദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ അത് ഉടനെ അശുദ്ധനാകും. അതുകൊണ്ട് തൻ്റെ ബലി അർപ്പണത്തിൽ നിന്ന് പുരോഹിതൻ പിന്തിരിയേണ്ടി വരും. അല്ലെ പ്രാർത്ഥിക്കാൻ പോകുന്ന ലേവായന് ആ സമൂഹത്തിലേക്ക് പ്രവേശനം ലഭിക്കില്ല. കാര്യം മൃതദേഹത്തെ തൊട്ടാൽ അശുദ്ധിയുള്ളവൻ ആരാധന സമൂഹത്തിൽ പ്രവേശിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു അശുദ്ധി, ഒരു ആരാധനയ്ക്ക് ആവശ്യമായിരുന്ന ദേഹശുദ്ധി അല്ലെങ്കിൽ കൾട്ടിക് പ്യൂരിറ്റി, നമ്മളുടെ റിച്വൽ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു പ്യൂരിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ള ഭയത്താൽ അവർ പിന്മാറിയതാണ് എന്നൊക്കെ ചിലപ്പോഴൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അതങ്ങനെയല്ലെന്ന വിശുദ്ധ ഗ്രന്ഥം നേരെ മറിച്ചാണ് പറയുന്നത്. ഈശോയുടെ ഉപമയിൽ ഇവരെല്ലാവരും ഇറങ്ങി വരുന്നവരാണ്. അതായത് അവരൊന്നും ജെറൂസലേമിലേക്ക് പോകുന്നവരല്ല, ജെറൂസലേമിൽ നിന്ന് ആദ്യത്തെ മനുഷ്യൻ ഇറങ്ങിയതുപോലെ ഒരു വഴിയാത്രക്കാരായിട്ട് ഇറങ്ങുന്നവരാണ്. ഒരുപക്ഷെ ആരാധന കഴിഞ്ഞ് മടങ്ങുന്നവരാകാം ആദ്യത്തെ മനുഷ്യനും. ആരാധന കഴിഞ്ഞ് തന്നെ മടങ്ങുന്ന ആളാകാം ജെറൂസലേമിൽ നിന്ന്. പുരോഹിതൻ ആരാധന കഴിഞ്ഞ് മടങ്ങുന്നവനാകാം, ലേവായനും ആരാധന കഴിഞ്ഞ് മടങ്ങുന്നവർ. ഏതായാലും അവരെല്ലാം ഈ വഴിയിലേക്ക്, പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നവരാണ്. പുരോഹിതനും ലേവായനും പരാജയപ്പെട്ടത് അവരുടെ കണ്ണിൽ കരുണ നിറഞ്ഞില്ല എന്നതുകൊണ്ട്. കണ്ടു, വഴിമാറി നടന്നു. അത് ഗൗരവമായ ഒരു വീഴ്ചയാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒത്തിരിയുണ്ട്. അത് ചിലപ്പോഴെങ്കിലും നമ്മൾ പറയുന്നത് റോഡ് നിരത്തിലെ അപകടങ്ങളിൽ പോലും അപകടത്തിൽ വീണവരെ ഒന്ന് നിർത്തിയെടുക്കുന്നതിന് ഭയപ്പെടുക, അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് പോകുന്ന പല കൃത്യങ്ങളെപ്പറ്റി പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. പുറത്തെങ്ങും നമ്മൾ ഉദാഹരണം അന്വേഷിക്കണം. നമ്മുടെ ഈ നാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ തന്നെ അത് പലപ്പോഴായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു അപകടം. പക്ഷെ അത് ഇവിടെ മാത്രം, റോഡിലെ ഒരു അപകടത്തിൽ മാത്രം നടക്കുന്ന അപകടമാണ്. ജീവിതത്തിൽ അങ്ങനെ ഈ പൊതുനിരത്തിൽ അവഗണിക്കപ്പെടുന്നവർ നിരവധി പേരുണ്ട്. അപ്പോൾ ഈ ആ യാത്രയിലെത്തിയവരിൽ അവസാനം എത്തുന്നില്ല. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ച പുരോഹിതൻ ലേവായരും കഴിഞ്ഞാൽ ഒരു ഇസ്രായേൽ എന്ന് പറയുക എന്നതാകാം ഈ കഥയിൽ നിയമജ്ഞൻ പ്രതീക്ഷിച്ചിരുന്ന കഥാപാത്രം. അങ്ങനെയാണ് ഈ ഇസ്രായേൽക്കാരെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇന്നർ സർക്കിള് പുരോഹിതർ, അതിൻ്റെ കൂടെ നിൽക്കുന്ന ലേവായർ, പിന്നെ ഇസ്രായേൽക്കാർ. അങ്ങനെ പുരോഹിതർ, ലേവായർ, ഇസ്രായേൽക്കാർ എന്നുള്ള ഒരു കോൺസെൻട്രിക് സർക്കിളാണ് വരാറുള്ളത്. പക്ഷേ അപ്രത്യക്ഷമായിട്ട് ഇസ്രായേൽ വരുന്നില്ല. നിയമജ്ഞനെ ജിജ്ഞാസ നിറഞ്ഞ ചോദ്യത്തിന് യേശു പകരം വെക്കുന്നത് ഒരു സമരിയക്കാരനാണ്.
അവനൊന്നും പേരില്ല. പുരോഹിതനെ പോലെ ആരുടെയും ഒന്നും എന്തുകൊണ്ട് ഇവരുടെയൊക്കെ പേര് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊക്കെ നമ്മുടെ പേരെന്നുള്ളതാണ്. പേരില്ലാത്തതുകൊണ്ട് ആരും ടെയും പ്രതിനിധികളായിട്ട് അവർ മാറുന്നു. സുവിശേഷത്തിൽ പേര് പറയാത്ത കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ പേര് നമുക്കെടുക്കാം. ഞാൻ ഒരു സമരക്കാരനാകാം, ഞാനൊരു ലേവായനാകാം, ഞാനൊരു പുരോഹിതനാകാം, ഞാൻ ഈ തെരുവിൽ വീണ് കിടക്കുന്ന വ്യക്തിയാകാം. അപ്പോൾ ഇത് സമരക്കാരൻ വന്നു. അപരിചിതൻ്റെ മുൻപിൽ അവനാണ് മനസ്സലിവുണ്ടാകും. ആ മനസ്സലിവ് വഴി അവൻ ഇറങ്ങുന്നു. തൻ്റെ കുതിരപ്പുറത്തുനിന്ന് അവൻ ഇറങ്ങി, കുതിരയല്ലല്ലോ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി അവനെ താങ്ങി ഇതിലേക്ക് തൻ്റെ വാഹനത്തിൽ അവനെ സ്വീകരിച്ചു, സത്രത്തിലെത്തിച്ചു. അവിടെ പോയി അവനെ പരിചരിച്ചു. ഒരു രാത്രി അവനോടുകൂടെ തങ്ങി. പിന്നെ തൻ്റെ യാത്ര തുടരുന്നതിന് മുമ്പായിട്ട് 2 നാണയങ്ങൾ ഏൽപ്പിച്ചു. 2 ദിവസത്തെയോ അല്ലെ പരിചരണത്തിനുള്ള ഒരു അഡ്വാൻസ് മണി നൽകി. വരുന്നതുവരെ അവനെ പരിചരിക്കണമെന്നുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അവൻ കടന്നു. ഉപമ വായിക്കുന്ന ശ്രവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽപ്പുണ്ട്. സമരക്കാരൻ തിരിച്ചു വന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഹാസ് ഹി കം ബാക്ക്? ഇയാളെ അന്വേഷിക്കാനായിട്ട് സമരക്കാരൻ തിരിച്ചെത്തിയോന്ന്. നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ഒരു സൂക്ഷ്മമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ഉപമയിൽ. ഈ സമരക്കാരൻ തിരിച്ചു വന്നു. നമുക്കല്പം വിശുദ്ധ അഗസ്തീനോസിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. വിശുദ്ധ അഗസ്തീനോസ് മനോഹരമായിട്ട് ഈ സമരക്കാരൻ്റെ കഥയെ വ്യാഖ്യാനിക്കുന്നു. സഭാപിതാവ് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് പറയുന്നത്, ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് ഇറങ്ങുന്ന മനുഷ്യൻ പർദീസയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുന്ന ആദമാണ്. അല്ലെങ്കിൽ ആദ്യ മനുഷ്യനും അവൻ്റെ കുടുംബവും, ആദവും ഹവ്വായും അവരുടെ കുടുംബവും. അവിടെ എത്തുന്ന വ്യക്തികൾ, അത് ദൈവം കാലാകാലങ്ങളെ അയക്കുന്ന സന്മനസ്സുകൾ തന്നെയാണ്. പക്ഷെ അവർ തികയാതെ വരുന്നു. പിന്നെ എത്തുന്ന സമരിയക്കാരൻ, അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ഈ സമരിയക്കാരനാണ് ആയിട്ട് സമരക്കാരൻ്റെ സ്ഥാനം അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനമായിട്ട്, അല്ലെങ്കിൽ അതിലെ കഥാപാത്രം ഈ സമരക്കാരൻ അവിടുന്ന് കർത്താവ് തന്നെയാണ്. അപ്പോൾ കർത്താവാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ദൈവവചനം നമ്മളുടെ ഇടയിൽ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കും. അവിടെ നിന്നാണ് താങ്ങിയെടുക്കുന്നത്, അവിടെ നിന്നാണ് തൈലം പുരട്ടുന്നത്. മുറിവുകളിൽ ഔഷധത്തിൻ്റെ, പാപമോചനത്തിൻ്റെ ഒക്കെ തൈലം പുരട്ടി സത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. സത്രം സഭയാണ്. മാർപ്പാപ്പായുടെ ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ഇപ്പോൾ പറയുന്നത്, സഭയെപ്പറ്റി പറയുന്നത്, സഭയും ഹോസ്പിറ്റലാണ്, ഫീൽഡ് ഹോസ്പിറ്റലാണ്. മുറിവേറ്റവരെ സ്വീകരിക്കുന്ന ഒരു ഭവനം. അപ്പം സഭയാവുന്ന ഈ ഭവനത്തിൽ സമരക്കാരൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ മുറിവേറ്റവന്. സമരക്കാരൻ തന്നെ പരിചരിക്കുന്നവനുമാണ്. എന്നിട്ട് 2 നാണയങ്ങൾ നൽകിയിട്ടുണ്ട്. 2 നാണയങ്ങൾ ഈ 2 കൽപ്പനകളാണ്. നിന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, എല്ലാറ്റിലുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. ഈ നാണയങ്ങൾ കൊണ്ട് നിനക്ക് ഇവനെ പരിചരിക്കാനായിട്ടാവും, ഇവനെ സ്വീകരിക്കാനായിട്ടാവും. സമരക്കാരൻ തിരിച്ചു വരുമോ? സമരക്കാരൻ തിരിച്ചു വരണം. അതാണ് നമ്മളുടെ വിശ്വാസത്തിൽ നാം ഏറ്റുപറയുന്നത്, ദോണക് വേനിയാസ്. കർത്താവെ, അങ്ങ് മഹത്വത്തോടെ തിരിച്ചു വരുന്നത് വരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അവിടുത്തെ ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ മരണവും ഉയർപ്പും പ്രഖ്യാപിച്ചുകൊണ്ടൊരു സമൂഹം അവിടുത്തെ തിരിച്ചുവരവിന് കാത്തിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഈ വഴിയിൽ വീണവനെ സൗഖ്യമുള്ളവനാക്കി ഏൽപ്പിക്കുക ഈ സത്രത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ക്രിസ്തുനാഥൻ്റെ വരവിന്, ആഗമനത്തിന്, തിരിച്ചു വരവിന്, അതിനെയാണ് നമ്മൾ സമയത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്.
അവിടെ നിന്നാണ് ആൽഫയും ഒമേഗയും, ആദിയും ആരംഭവും. നമ്മുടെ വലിയ ശനിയാഴ്ച രാത്രിയിലെ മനോഹരമായ ലിറ്റർജി, നമ്മുടെ ആരാധനക്രമത്തിൽ ഏറ്റവും നമ്മൾ ചില അടയാളങ്ങളിലൂടെയൊക്കെ ചെയ്യുന്ന വളരെ സുന്ദരമായിട്ടുള്ള, ഇപ്പോൾ ഈസ്റ്റർ കാലത്ത് ദേവാലയത്തിൽ ചെന്നാൽ അവിടെ എപ്പോഴും ഒരു തിരി നാളമുണ്ട്. ഈസ്റ്റർ തിരിയാണ്. അതിൽ നമ്മൾ ആലേഖനം ചെയ്യുന്ന കുരിശിൻ്റെ 5 മുറിപ്പാടുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ കുന്തിരിക്ക ഗോളങ്ങൾ പലതും, അത് സ്വർണത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിൽ പൊതിഞ്ഞവയായിട്ട് നമ്മളതിനെ വെക്കുന്നു, മഹത്തീകരിക്കപ്പെട്ട മുറിവുകളെന്ന് കാണിക്കുവാനായിട്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആൽഫ എഴുതുന്നു, അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒമേഗ കുറിക്കുന്നു. ഈ 4 കോണുകളിലായിട്ട് ഏതു വർഷമാണോ നമ്മൾ ഈ തിരി ആശീർവദിക്കുന്നത് ആ വർഷം കുറിച്ച് വെക്കും. നമ്മൾ 2020 ആൽഫ ഒമേഗ. വളരെ സിമ്പിളാണ്. പക്ഷെ അത് ഈ തിരിയിൽ അതിനെ ആശീർവദിച്ച് അതിൽ ഇത് ആലേഖനം ചെയ്യുകയും ഈ കുന്തിരിക്കം കുത്തിയിറക്കുകയൊക്കെ, കുന്തിരിക്ക ഗോളങ്ങൾ കുത്തിയിറക്കുമ്പോഴൊക്കെ പറയുന്ന വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തേതാണ് യുഗങ്ങളും കാലങ്ങളും, അവിടുത്തേതാണ് ആധിപത്യവും. ആൽഫമേ, അവിടെ നിന്നാണ് ആദ്യവും അന്ത്യവും. ഈ സമരക്കാരൻ തിരിച്ചു വരും. കരുണയുടെ ഈ സമരക്കാരൻ, കരുണ നിറഞ്ഞ ഈ സമരക്കാരൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷേ മുറിവേറ്റ ഈ മനുഷ്യനെ ഈ സത്രത്തിൽ, സഭയാകുന്ന കുടുംബത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, അവൻ നമ്മെ പഠിപ്പിക്കുന്ന സമരക്കാരൻ നമുക്ക് നൽകുന്ന ഈ നാണയങ്ങൾ, ദൈവവചനമാകുന്ന നാണയങ്ങൾ, ദൈവകൽപ്പനകളാകുന്ന നാണയങ്ങൾ ഉപയോഗിച്ച് ഇവരെ പരിചരിക്കുക, അവൻ്റെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുക. മിഷൻ്റെ പൂർത്തീകരണം അവിടെയാണ്. സമരിയക്കാരൻ തിരിച്ചുവരവിലാണ്. അപ്പോൾ നവീകരിക്കപ്പെട്ട, സൗഖ്യമാക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് അതിനേറ്റവും ആ ദൗത്യം നമ്മളോടുണ്ട്. കർത്താവിൻ്റെ അസാന്നിധ്യം, സമരിയക്കാരൻ്റെ ഈ താൽക്കാലിക വിടപറച്ചിൽ, സമരക്കാരൻ തിരിച്ചു വരുന്നതായിട്ട് പറയുന്നില്ല, അത് നമ്മുടെ വിശ്വാസമാണ്, നമുക്കറിയാമല്ലോ. താൽക്കാലിക വിടപറച്ചിൽ ഈശോയുടെ ഉപമകളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. ഈ ദിവസങ്ങളും കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മൾ കേട്ടതാണല്ലോ, ഒരു മുന്തിരിത്തോപ്പ് ഉണ്ടാക്കിയിട്ട് വേലക്കാരെ ഏൽപ്പിച്ചും യജമാനൻ മറ്റൊരു ദേശത്തേക്ക് പോയി. ഈ ഉപമയിൽ അവർ അയച്ച വേലക്കാരെ കൊല്ലാനും അതുപോലെ തന്നെ മർദ്ദിക്കുവാനും ഒക്കെ തുടങ്ങി. അവസാനം യജമാനൻ തൻ്റെ പുത്രനെ അയച്ചു. പുത്രനെയും അവർ കൊന്നുകളഞ്ഞപ്പോൾ യജമാനൻ തിരികെ വന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച സെമിനാരിയൻസിനോട് ഈ ഭാഗം പഠിപ്പിച്ചപ്പോൾ, ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ ചോദിച്ചു, ഇതിൽ ആരാണ് വില്ലൻ, ആരാണ് ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയ ആളാരാണ്? പ്രശ്നം ഉണ്ടാക്കിയ ആള് ഈ യജമാനാണ്. എന്തിനാണ് വിട്ടേച്ചും പോയത്? മുന്തിരിത്തോട്ടം പിടിപ്പിച്ച ആൾ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. താലന്തുകളുടെ കഥ പറഞ്ഞപ്പോഴും 5 താലന്തും 10 താലന്തും അല്ലെങ്കിൽ 1 താലന്തൊക്കെ തന്നതിന് ശേഷം ഉടമസ്ഥൻ വീണ്ടും പോവുകയാണ്. തിരിച്ചു വന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഉടമസ്ഥൻ്റെ ഒരു അസാന്നിധ്യം കൊണ്ടാണ് ആ കഥയോ അല്ല ഈ വിവരണങ്ങളൊക്കെ മുൻപോട്ടോ നമ്മൾ പറയുന്നത്. ലിറ്റററി സ്റ്റഡി, ഒരു സാഹിത്യപരമായിട്ടൊക്കെ പഠിക്കുകയോ ധ്യാനിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അസാന്നിധ്യം ഇതിൻ്റെ ഒരു വലിയൊരു പ്ലോട്ടാണ്. അസാന്നിധ്യം ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മാറി നിൽക്കുക, തിരിച്ചു വരിക. ഈ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് അപ്പുറത്തേക്ക് മറയുമ്പോൾ അത് നമ്മെ ഉത്തരവാദിത്വത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. ദൈവത്തെ നമ്മുടെ കൺമുമ്പിൽ കാണാത്തപ്പോൾ അല്ലെങ്കിൽ പ്രകടമായ രൂപത്തിൽ അവിടുന്ന് നമ്മുടെ മുമ്പിലില്ല എന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ്. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൽപ്പനയായിട്ട്, വചനമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ അസാന്നിധ്യം നമ്മെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാക്കുന്നു. കാര്യം നമ്മെ കണക്ക് ബോധിപ്പിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം കൊണ്ടുവരും. ഇവിടെ 2 തൊട്ട് നൽകി സത്രക്കാരനെ അത് ഏൽപ്പിച്ചിട്ട് ഇവനെ നോക്കിക്കൊള്ളണമെന്നത്, നീ ഇവനെ പരിചരിച്ചോ സുഖപ്പെടുത്തിയോ എന്നുള്ള കണക്ക് ബോധിപ്പിക്കുവാൻ്റെ സമയമുണ്ടാകും. സമരക്കാരൻ തിരിച്ചു വരും. അതിനാവശ്യം എന്നും കണ്ണുകളിൽ കരുണ നിറഞ്ഞിരിക്കുക. സമരിയക്കാരനെ പോലെ ഇതിൻ്റെ ഒടുവിൽ യേശു ഉപമയുടെ അവസാനം
നിയമജ്ഞന് നൽകുന്ന മറുപടിയും അതാണ്. നിത്യജീവൻ പ്രാപിക്കുന്നതിന് നീ അവനെപ്പോലെ പെരുമാറുക, കരുണ കാട്ടിയവനെ പോലെ പെരുമാറുക, നീ ഒരു അയൽക്കാരനായിട്ട് തീരുക. ഇപ്പോൾ ലോകമെങ്ങുമുള്ള സുവിശേഷം പ്രസംഗം ഇന്ന് മനുഷ്യരിൽ ഈ കരുണയെ തിരികെ കണ്ടെത്തണം. നാം കണ്ണ് തുറന്നാൽ, ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നാൽ നമുക്ക് ഈ പതിതരെ കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള, അവരെ പരിചരിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്ക് മനസ്സിലാകും. കരുണ നിറഞ്ഞ കണ്ണുകൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഫ്രatelli tutti, ഇതൊരു കുടുംബമായി തീരുന്നതിന്, കുടുംബത്തിലാണല്ലോ കരുണയില്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് സഹോദരനോ സഹോദരിയാകുവാനായിട്ട് സാധിക്കും? കണക്ക് പറയാതെ പങ്കിടുന്നതാണ് കുടുംബത്തിൻ്റെ പ്രത്യേകത. കുടുംബത്തിൽ പങ്കിടലുണ്ട്, പക്ഷെ കണക്ക് പുസ്തകമില്ല. ലാഭനഷ്ടങ്ങളല്ല, കരുണയോടുകൂടിയുള്ള പങ്കിടൽ മാത്രമാണ്. പാപ്പ ഈ ലേഖനത്തിൽ ഫ്രatelli tutti ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ കച്ചവട കമ്പോള സംസ്കാരത്തിൻ്റെ ഇന്ദ്രജാലങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുക. നമുക്കിന്ന് വേണ്ടത് പാപ്പായുടെ വാക്കുകളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചൈതന്യം സ്ഫുരിക്കുന്ന വാക്കുകളിൽ ഒരു കൂട്ടുത്തരവാദിത്വവും പൊതു ഉടമസ്ഥതയുമാണ്. കൂട്ടുത്തരവാദിത്വവും പൊതു ഉടമസ്ഥതയും ആവശ്യമുണ്ട്. പ്രപഞ്ചത്തെപ്പറ്റി, ഭൂമിയിലെ വിഭവങ്ങളെപ്പറ്റി. എന്നാൽ മാത്രമേ ഈ കരുണയുടെ ഈ പ്രവാഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ കരുണയുണ്ടായി. മിഷൻ ദൗത്യത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അല്ലെങ്കിൽ ഈശോ പഠിപ്പിച്ച കൽപ്പനയുടെ, രണ്ടാമത്തെ കൽപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ആദ്യം കേട്ടത്. ഈ ഉപമ പറഞ്ഞുകൊണ്ട് സമരക്കാരൻ്റെ കഥയിലൂടെ പഠിപ്പിക്കുന്ന, സാക്ഷാത്കരിക്കുന്ന, ദൃഷ്ടാന്തീകരിക്കുന്നത് ഈ ഭാഗമാണ്. സമരക്കാരൻ്റെ കഥ ഉപമ പറഞ്ഞതിന് ശേഷം അതിൻ്റെ നിയമജ്ഞനോട് നീ പോയി അതുപോലെ ചെയ്യുക, സമരക്കാരൻ ചെയ്തപോലെ ചെയ്യുക, ഈ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ള കൽപ്പന നൽകിയതിന് ശേഷം തൊട്ട് താഴെ വരുന്ന ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെ വരുന്ന ഭാഗത്താണ് നമ്മൾ യേശുവിനെ സ്വീകരിച്ച ഹോസ്പിറ്റാലിറ്റി, ആതിഥ്യ മര്യാദ കാണിച്ച മർത്തയുടെയും അതുപോലെ തന്നെ മറിയത്തിൻ്റെയും ഭവനത്തെ പറ്റി കേൾക്കുക. മറ്റ് സുവിശേഷങ്ങളുമായിട്ട് ഒത്തുവായിക്കുമ്പോൾ ഇത് ലാസറിൻ്റെയും മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനമാണ്, ബethനിയയിലെ ഭവനമാണ്. യേശു പലതവണ സന്ദർശിച്ചിട്ടുള്ള ഭവനമാണ്. ലാസർ ഒരിക്കൽ മരണത്തിൽ പെട്ട ആളായിരുന്നു. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. മർത്തായെയും മറിയത്തെയും ലാസറിനെയും യേശു സ്നേഹിച്ചിരുന്നതുകൊണ്ട് യേശുവിൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് ഈ ലാസറിൻ്റെ കുടുംബം, മർത്തായുടെയും മറിയത്തിൻ്റെയും കുടുംബം. മർത്ത എന്നുള്ള കഥാപാത്രത്തെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളുന്നത് മർത്തായുടെ ശുശ്രൂഷകളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, മർത്തയെപ്പറ്റി സുവിശേഷം പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധാപൂർവ്വം നമ്മൾ വായിക്കുകയും വേണം. അല്പനേരം മർത്തായിലേക്ക് ഒന്ന് പോകാം. അത് മർത്ത വലിയ കഥാപാത്രമാകുന്നത് ലാസറിൻ്റെ മരണ നേരത്താണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ക്രിസ്തു നിൻ്റെ സഹോദരനായ, നിൻ്റെ സുഹൃത്തായ ലാസർ രോഗിയായിരിക്കുന്ന ഒരു വാർത്തയുമായിട്ട് കർത്താവിൻ്റെ പക്കൽ അവൾ ദൂതെത്തിച്ചിരുന്നു. യേശു ബethനിയയിലെത്തുമ്പോൾ 4 ദിവസം കഴിഞ്ഞിരുന്നു മരണത്തിന് ശേഷം. അതുകൊണ്ട് 4 ദിവസം എന്നത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരാൾ മരിച്ചാൽ 3 ദിവസവും കൂടി ആത്മാവിൻ്റെ സാന്നിധ്യം അതോടുകൂടെ അല്പമൊക്കെ തുടരുന്നുണ്ടാകും. പരിപൂർണമായിട്ട് ഒരാൾ മരണത്തിന് കീഴടങ്ങുന്നത് ഈ 3 ദിവസത്തിന് ശേഷമാണെന്നുള്ള ഒരു നിഗമനവും അല്ലെങ്കിൽ ഇടയിലുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 4-ാം ദിവസം എന്നത് ലാസർ എന്നത്തേക്കുമായിട്ട് മരിച്ചു കഴിഞ്ഞു എന്നതിൻ്റെയും കൂടിയുള്ള സൂചന. അപ്പോഴാണ് കർത്താവ് എത്തുന്നത്.
കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് മാർത്ത ചെന്നു, സ്വീകരിച്ചു. മാർത്തയും യേശുമായിട്ടുള്ള സംഭാഷണത്തിൽ മാർത്ത നടത്തുന്ന വലിയ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. ഓ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു നീ ലോകത്തിലേക്ക് വരുന്ന ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് സമാന്തരമായിട്ട് പറയുവാനായിട്ടുള്ളത് വിശുദ്ധ പത്രോസിൻ്റെ പ്രഖ്യാപനമാണ്. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. അതല്ലെങ്കിൽ ശതാധിപൻ്റെ പ്രഖ്യാപനമാണ്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ, ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച പത്രോസും മർത്തായും അതുപോലെ തന്നെ ശതാധിപനും, ഇവരൊക്കെ അതരങ്ങളിലൂടെയാണ് അതിൻ്റെ കാമ്പാകുന്ന, അതിൻ്റെ ഭദ്രമാകുന്ന, ഉറവിടമാകുന്ന ഒരു കേന്ദ്രസ്ഥാനത്തുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. അത് പറഞ്ഞ വ്യക്തി മാർത്തയാണെന്നത് മാർത്തയുടെ എന്തൊരു ആദരവോടുകൂടി നമ്മൾ നോക്കി കാണണം. ഇവിടെയും സുവിശേഷത്തിൽ മാർത്ത പലതരം ശുശ്രൂഷകൾ, പലവിധ ശുശ്രൂഷകളാണ്. ദിയാക്കോണിയ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദിയാക്കോണിയ സേവനമാണ്, ദൈവം ആശീർവദിക്കുന്ന സേവനം. അതുകൊണ്ട് മാർത്തായെ രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നത് മാർത്തായുടെ പ്രവൃത്തികൾ ആവശ്യമില്ലാത്ത പ്രവൃത്തി ആയതുകൊണ്ടല്ല. മാർത്ത തൊട്ട് മുമ്പ് പറഞ്ഞ വിവരണത്തിൽ സമരിയാക്കാരൻ്റെ ഭാഗത്തുള്ളവനാണ്. യേശുവിൻ്റെ കാര്യങ്ങളിൽ, യേശുവിൻ്റെയും യേശുവിൻ്റെ ശിഷ്യരുടെയും കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തിയ കുടുംബിനിയാണ്, കുടുംബനാഥയാണ്. പക്ഷെ ഇവിടെ ഹീറോയായി മാറുന്നത് മർത്തായോടൊപ്പമുള്ള സഹോദരി മറിയമാണ്. അവൾ ചെയ്യുന്നത് അവിടുത്തെ കാൽപാദത്തിങ്കലിരുന്ന്, അവിടുത്തെ കാൽക്കലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചു എന്നതാണ്. മിഷൻ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ, അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ടാമത്തെ വശം ഇതാണ്: ഹൃദയം നിറയെ ധ്യാനം വേണം. കണ്ണിൽ കരുണ ലഭിക്കുന്നതിന് ഹൃദയത്തിൽ ധ്യാനം വേണം. ഹൃദയത്തെ വിമലീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണ പ്രവർത്തനം. അന്തഃകരണ ശുദ്ധീകരണം എന്നൊക്കെ നമ്മൾ പറയാം. നമ്മുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കുക. മനസ്സാക്ഷി നിർമ്മലമാക്കുന്ന ഈ സോപ്പ് കഴുകിക്കളഞ്ഞെടുക്കുന്നത് അത് ദൈവവചനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വചനം വിത്താൽ, എൻ്റെ വചനം വഴിയാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത്, നിർമ്മലരാക്കപ്പെടുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ഈ ശുദ്ധീകരണം, ആന്തരികമായിട്ടുള്ള മനസ്സാക്ഷിയുടെ ശുദ്ധീകരണം, അതെത്ര പ്രാധാന്യമുള്ളതെന്നതാണ് ഈശോ രണ്ടാമത്തെ കാര്യത്തിൽ ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആവശ്യമായ കാര്യങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല ഭാഗം ആത്മാവിൻ്റെ വിശുദ്ധീകരണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ ദൈവത്തെ കാണും. ആത്മാവിലുള്ള കളങ്കം ദൈവത്തിനും നമുക്കുമിടയിൽ വരുന്ന ബ്ലോക്കുകളായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ഈ ശൈശവത്വത്തെ ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ, നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആകണം എന്ന് പറയും. യേശു അത് പഠിപ്പിച്ച അവസരങ്ങൾ ജെറുസലേം യാത്രാമധ്യയിലേക്കാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് സമർത്ഥിച്ചതിന് ശേഷമാണ് യേശു ജെറുസലേം യാത്ര തുടങ്ങുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലും മറ്റുമൊക്കെ ജെറുസലേം യാത്ര മധ്യയാണ് ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഒരു തവണ അത് ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ ഒരു തങ്ങൾ ആരെന്നുള്ള ചോദ്യത്തിൻ്റെ ഉയരുമ്പോൾ നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരെയും ദാസനാകണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ശിശുവിനെ എടുത്ത് നടക്ക് നിർത്തുകയായിരുന്നു. മറ്റൊരവസരത്തിൽ സെബദീപുത്രന്മാരുടെ അമ്മ വന്ന് തൻ്റെ മക്കൾക്കായി ഇടവും വലവും പ്രധാനപ്പെട്ട കസേരകൾ നൽകണമെന്ന് ഈശോയോട് അഭ്യർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞതായിരുന്നു, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനാകണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ശൈശവത്വം, കുഞ്ഞിൻ്റെ മനസ്സുണ്ടാവും.
എന്താണ് കുഞ്ഞിൻ്റെ പ്രാധാന്യം? അല്ലെങ്കിൽ കുഞ്ഞെങ്ങനെയാണ് നിഷ്കളങ്കൻ ആവുന്നത്, അല്ലെങ്കിൽ നിഷ്കളങ്കയായിട്ട് ഒരു കുഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുന്നത്? അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഒരു കുഞ്ഞ് നിഷ്കളങ്കനാവുന്നത് ഒന്ന് ചേരിതിരിവുകൾ എന്നുള്ള കാര്യം കുഞ്ഞിനെ അറിയത്തില്ലെന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ ശണ്ട കൂടുന്നവരാണ്. കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് പലതിനോടും സ്വന്തമാക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടാകും. പക്ഷെ അവർക്ക് ഇത് മനസ്സിലൊരു വൈരാഗ്യമായിട്ട് അവരിൽ വളരുന്നില്ല എന്നത്. അത് ഒരു സമൂഹം അവരെ വളർത്തുന്ന ഈ യാത്രയിലൂടെ ആർജിച്ചെടുക്കുന്ന സഞ്ചിത മനസ്സുകളാണ് പിന്നീട് വളർന്നു തുടങ്ങുമ്പോഴാണ് ഈ വ്യത്യസ്തതയൊക്കെ വരുന്നത്. കുഞ്ഞിൻ്റെ അനുഭവം, ഞാൻ ചില വൈദ്യശാസ്ത്രന്മാർ പറയുന്നതും കേട്ടിട്ടുണ്ട്, കുഞ്ഞിൻ്റെ അനുഭവം അമ്മയും കുഞ്ഞും ഒറ്റ ശരീരം എന്നുള്ളതാണ്. അമ്മയെ വ്യത്യസ്തമായി പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ കുഞ്ഞ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചറിയാം. ഞാനതിൻ്റെ ഭാഗം, അല്ലെങ്കിൽ അതെൻ്റെ ശരീരമാണ്. അത്രമാത്രം അടുപ്പം ഇതിലുണ്ട്. അതാണ് ഡയറക്ട്നെസ്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തെ സംബന്ധിച്ചിട്ടാണ്. നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും പവിത്രമായ ഭക്ഷണമാണ്. അമ്മിഞ്ഞയാണ്, അല്ലെങ്കിൽ അമ്മയുടെ മുലപ്പാലാണ്. പ്രകൃതി ഒരു കുഞ്ഞിനെ പരിരക്ഷിക്കുന്നത് ഡിറക്റ്റ് ഫുഡിലൂടെ, പ്രോസസ്ഡ് ഫുഡല്ല. പ്രോസസ്ഡ് ഫുഡൊക്കെ പിന്നീട് നാം ജീവിതത്തിൽ സ്വീകരിച്ചു തുടങ്ങുന്നത്. ഈ ആത്മീയ ശൈശവത്തിലേക്ക് ഇതിനെ എടുത്തു വായിച്ചാൽ, ആരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവത്തെ സ്തുതിച്ച? നമുക്കറിയാം, ഇന്നത്തെ ഈ നാം ധ്യാനിക്കുന്ന ഈ ഭാഗം, ഈ രണ്ട് സംഭവങ്ങളുടെയും ആരംഭത്തിലത് അതിന് മുഖവര കുറിക്കുന്നത് ശിഷ്യന്മാർ 72 പേര് മടങ്ങിയെത്തിയപ്പോൾ, നീ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് നിന്നെ ഞാൻ സ്തുതിക്കുന്നു പിതാവേ എന്ന് പറഞ്ഞുള്ള കാര്യത്തിലാണ്. ഈ ആത്മീയ ശൈശവത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ആത്മീയ ശൈശവത്തിൻ്റെ ഭാഗം ഡിറക്റ്റ് കോണ്ടാക്റ്റാണ്, ഇമ്മീഡിയസി. മധ്യവർത്തികളില്ലാതെ ആണല്ലോ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു നൽകുക. ദൈവവചനം നേരിട്ട് ഭക്ഷിക്കുന്നു, ഉറവിടങ്ങളിൽ നിന്ന് ഭക്ഷിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയെ നമുക്കറിയാം. അത് പല ബ്രാഞ്ചസ് ഉള്ളതാണ്, പലതരം ഭക്തി പാരമ്പര്യം നമുക്കുണ്ടവയെല്ലാം സഭയുടെ നൽകപ്പെട്ട ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമ്മാനങ്ങളുമാണ്. ഓരോരോ ആധ്യാത്മിക രീതികളിലൂടെയാണ് നമ്മുടെ സഭാസമൂഹം വളരുന്നത്. എന്നാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം, എല്ലാ ആധ്യാത്മികതയും ജന്മമെടുക്കുന്നത് ദൈവവചനം എന്നുള്ള കലവറയിൽ നിന്നാണ്. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ഭക്തി. ഈ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 30 പാപ്പ നമുക്ക് വിശുദ്ധ ജെറോമിൻ്റെ മരണത്തിൻ്റെ 1600 വർഷമായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പാപ്പ നൽകുന്ന ലേഖനത്തിൽ, പാപ്പ നൽകുന്ന കുറിപ്പിൽ എടുത്തു പറയുന്ന കാര്യം ഈ വചനത്തോടുള്ള ഭക്തിയാണ്, ദൈവവചനത്തോടുള്ള ഭക്തി. വിശുദ്ധ ജെറോമിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ദൈവവചനത്തെ പറ്റിയുള്ള അജ്ഞത ക്രിസ്തുവിനെ പറ്റിയുള്ള അജ്ഞതയാണ്. ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് വചനമായിട്ടാണ്. ദൈവത്തോടു കൂടിയുള്ള വചനം മാംസം ധരിച്ച്, ആ വചനമാണ് നമ്മുടെ ഇടയിൽ ഇന്ന് ഈ ദൈവവചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. ഓരോ ഭാഗത്തും എല്ലായിടത്തും വിശുദ്ധ ഗ്രന്ഥം ഒന്നാകെ ക്രിസ്തുവിൻ്റെ മുഖമാണ്. ഞാൻ ഇന്നലെ പ്രാർത്ഥനയിൽ ധ്യാനിച്ചൊരു ഭാഗം ജോബിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ജോബ് പറയുന്നുണ്ട്, ഞാൻ നഗ്നനായി പുറത്തേക്ക് വന്നു, നഗ്നനായി പോകുന്നു. ജോബിൻ്റെ കഥയുടെ അവസാനം ജോബ് മരിക്കുന്ന നഗ്നനായിട്ടൊന്നും. അതായത് ജോബിന് ധനികനായിരുന്നു, ഇടയ്ക്ക് വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാം തിരികെ കിട്ടുന്നുണ്ട്. നഗ്ന എന്നുള്ള വാക്ക് ലിറ്ററലായിട്ട് എടുക്കുവാനായിട്ടുള്ളതല്ല, പക്ഷേ ഒന്നുമില്ലാത്തതായി വന്നു, ഒന്നുമില്ലാത്തതായി പോയി, എല്ലാം പക്ഷെ എപ്പോഴും ദൈവം തന്നു, ദൈവം എടുത്തു. അല്ലേ, നഗ്നായി വന്നു, നഗ്നായി തിരികെ പോകുന്നു എന്ന് പറയുന്നു. ഒരു വിധത്തിൽ ക്രിസ്തുവാണ് അതിൻ്റെ പരിപൂർണമായിട്ട് അങ്ങനെ നഗ്നനായി വന്നവനും നഗ്നനായി പോകുന്നവനും. നമുക്കായി നൽകപ്പെട്ട ദൈവവചനം, കലർപ്പില്ലാത്ത വചനം, അവസാനം
എല്ലാം സമർപ്പിച്ച് എല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവപിതാവിൻ്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെട്ടു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ അദ്ദേഹം ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് തന്നെ നഗ്നനായി നിലത്ത് കിടത്തുക എന്നാണ് പറയുന്നത്. ഒന്നും താൻ പൊസസ് ചെയ്തിട്ടില്ല, സർവവും ത്യജിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് വെക്കണമെന്ന്. ദൈവവചനം കറതീർന്നതാകുന്നത് ഈ പൊസഷൻ ശേഖരണമില്ലാതെ വരുമ്പോഴാണ് കറതീർന്നതായിത്തീരുന്നത്. ഇതാണ് ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ക്രിസ്തുവാണിത്, ക്രിസ്തുവിൻ്റെ മുഖമാണ് ജോബ് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ദൈവം തന്നു ദൈവം എടുത്തു. ക്രിസ്തുവിനെ തന്ന് നമുക്ക് നൽകിയ പിതാവാണ്, ക്രിസ്തുവിനെ തൻ്റെ പക്കലേക്ക് മഹത്വത്തിൽ സ്വീകരിച്ചതും ദൈവമാണ്. വചനത്തിൻ്റെ യാത്ര, അതുകൊണ്ട് ദൈവവചനത്തോടുള്ള നേരിട്ടുള്ള സമ്പർക്കം. കർത്താവ് പുനരുത്ഥാനം ചെയ്ത കർത്താവ് എമ്മാവൂസിലേക്കുള്ള യാത്ര ചെയ്യുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രബോധനത്തിൽ അവരോട് നൽകുമ്പോൾ അവർ പറയുന്നതാണ്, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും. വിശുദ്ധ ഗ്രന്ഥത്തെ അവർ തരംതിരിച്ചിരുന്ന 3 ഗ്രൂപ്പാണ്: തോറ, നബിയും കെത്തുബയും. പ്രവാചകൻ മോശ, നിയമം, പ്രവാചകന്മാർ, അതുപോലെ തന്നെ ലിഖിതങ്ങൾ. ഇവയിലെല്ലാം തന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ മുഖമുണ്ട്. അപ്പോൾ ഇതാണ് കലവറ, ഈ പറയുന്ന ഒന്നും കലർപ്പില്ലാത്ത കൃപയുടെ ഉറവിടം. മറിയം തിരഞ്ഞെടുത്തത് അതാണ്. മറിയം അവൻ്റെ പാദത്തിലിരുന്ന് ഈ ദൈവവചനം, അവൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു. അമ്മിഞ്ഞ് കുടിക്കുന്ന കുഞ്ഞിനെ പോലെ ഡയറക്റ്റ് ഫുഡ്. അത് ലഭിക്കണമെങ്കിൽ, വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ ധ്യാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് കണ്ണുകളിൽ കരുണ നിറയുന്നത് പോലെ തന്നെ ഹൃദയത്തിൽ ധ്യാനം നിറയുകയും സുവിശേഷവൽക്കരണത്തിന് ആവശ്യമാണ്. ഓരോ ദിവസവും ദൈവവചനത്തിൽ നിന്ന് കലർപ്പില്ലാത്ത ഈ ഭക്ഷണം സ്വീകരിക്കുക, ശ്രേഷ്ഠഭാഗം അതാണ്. നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ദിവ്യ അതിഥി നാം സ്വീകരിക്കുന്നുവെന്ന്. ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ സ്വീകരിക്കുക, അത് മർത്ത യേശുവിനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചതുപോലെയാണ്. പക്ഷെ ദിവ്യകാരുണ്യത്തിൻ്റെ മറ്റൊരു വശമുണ്ട്. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് നൽകുമ്പോൾ പുരോഹിതൻ പറയുന്നത്, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന്. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ യേശുവാണോ അതിഥി, നമ്മളാണോ അതിഥി? കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ സമൂഹവും അതിഥിയാണ്, കുഞ്ഞാടിൻ്റെ അതിഥിയാണ്. അപ്പോൾ കുഞ്ഞാടാണ് ഭക്ഷണം നൽകുന്നത്. മർത്ത ക്രിസ്തുവിനെ ഭവനത്തിൽ സ്വീകരിക്കുന്ന അതിഥിയാണെങ്കിൽ മറിയം ക്രിസ്തുവിൻ്റെ അതിഥിയാണ്. രണ്ടും ഒരുപോലെ ആവശ്യമുള്ളതാണ് ഈ അതിഥികളായിരിക്കുക എന്നത്. സമറിയക്കാരൻ ക്രിസ്തുവിനെ അതിഥിയായി സ്വീകരിച്ച ആളാണ്. മർത്ത ക്രിസ്തു അതിഥിയായി സ്വീകരിച്ച വ്യക്തിയാണ്, ക്രിസ്തുവിൻ്റെ അതിഥിയായവളാണ്. ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ശുശ്രൂഷയാണ് മിഷൻ ദൗത്യം. കരുണയും ധ്യാനവും. ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുക. ഈ ലോകത്തോട് ഹൃദയത്തിൽ ദൈവവചനം നിറയുക, അതിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുക, അതിനാൽ പരിപോഷിക്കപ്പെടുക, ലോകത്തോട് കരുണയോടുകൂടെ ഇത് അറിയിക്കുക. ഈ കാലഘട്ടത്തിലെ മനോഹരമായ ദൗത്യമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് ആർക്കും ഒഴിവ് കഴിവില്ല.
ക്രിസ്തുവിലായിരിക്കുന്ന എല്ലാവരും അയക്കപ്പെട്ടവരാണ്. കാര്യം ക്രിസ്തു അയക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് സ്ലീഹ എന്നുള്ള വാക്ക്, അയക്കപ്പെടുക എന്നുള്ള വാക്ക് പ്രഥമത ദൈവത്തിൻ്റെ സ്ലീഹ ക്രിസ്തുവാണ്. മിഷൻ, ഗോഡ്സ് മിഷൻ ഈസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ നമ്മൾ മിഷണറികളായി തീരുമ്പോൾ യേശുവിനെ ഹൃദയത്തിൽ എന്നും ധ്യാനിച്ച് വരവേൽക്കുകയും ഒപ്പം ക്രിസ്തുവിൻ്റെ കരുണയായി ഇന്ന് ലോകത്തിലായിരിക്കുകയും ചെയ്യുക. ഈ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് പിതാവിൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കാം. ഈശോ സമരിയക്കാരൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഈ പ്രമാണങ്ങൾ, ദൈവത്തോടുള്ള സ്നേഹവും അയൽക്കാരനോടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കാം. അത് അനുവർത്തിക്കുന്നതിനായിട്ട് അവിടെ നമുക്ക് നൽകിയിട്ടുള്ള ശക്തിയും ചൈതന്യമായ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിലും കൃപയിലുമായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചന കേന്ദ്രീകൃതമായ ഒരു മിഷണറിയുടെ വചനപ്രഘോഷണമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. തൻ്റെ ജീവിതം മുഴുവൻ വിശ്വാസം സ്വീകരിച്ച നിമിഷം മുതൽ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, കത്തോലിക്ക കരിസ്മാറ്റിക് റിന്യൂവലിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു സഹോദരിയാണ് നെയ്യാറ്റിൻകര രൂപതയിലെ സുനിത അശോകൻ എന്ന സഹോദരി. തൻ്റെ ജീവിതാനുഭവങ്ങളും ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ എങ്ങനെ ഒരു പ്രേക്ഷിതയാകാം, എങ്ങനെ ഒരു സുവിശേഷകയാകാം, എങ്ങനെ തൻ്റെ സമയം സുവിശേഷത്തിന് വേണ്ടി, പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് വേണ്ടി എങ്ങനെ മാറ്റിവെക്കാം എന്നുള്ള വലിയ സാക്ഷ്യമാണ് കർത്താവ് ഈ സുനിത എന്ന സഹോദരിയിലൂടെ നമുക്ക് നൽകുന്നത്. ആ സുനിത സഹോദരിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പരിശുദ്ധ അമ്മയെ നമ്മുടെ സന്നിധിയിലേക്ക് വിളിക്കാം. നമ്മൾ കേൾക്കാൻ പോകുന്ന കർത്താവിൻ്റെ വചനം നിറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവസാക്ഷ്യം ഞാൻ പങ്കുവയ്ക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും അത് അത്ഭുതങ്ങളായി, ആത്മാവിൻ്റെ നിറവായി, അഭിഷേകങ്ങളായി മാറുവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ഉണ്ണീശയെയും കൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയരെ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട മേഖലകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം വലിയൊരു തകർച്ച ഉണ്ടാക്കുമ്പോഴും അന്ന് താങ്ങാൻ കഴിയാവുന്നതിനേക്കാൾ വലുതായിരുന്നു. ലോകത്തിൻ്റെ വ്യഗ്രതയിലും സുഖഭോഗങ്ങളിലും ജീവിതത്തിൽ ഭൂമിയിൽ ഉള്ളതാണ് വലുതെന്നുള്ള ആ മിഥ്യാബോധത്തിലുള്ള ജീവിതം. എന്തും നേടിയെടുക്കുവാൻ എനിക്കുള്ള കഴിവുകൾ ഒക്കെ എൻ്റെ സ്വന്തം കഴിവുകളാണ് എന്നുള്ള ചിന്തകളൊക്കെ ആയിരുന്നു എനിക്ക്. ഒത്തിരി ജീവിതത്തിൽ വലിയ വലിയ ഞാൻ സ്കൂളിലായിരുന്നപ്പോഴും ലീഡർ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇരിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ സാധിച്ചിരുന്നു. എങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നത്, ഒരു സ്കൂളിലായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ മൈക്ക് പിടിച്ച് ഒരു സ്വാഗതം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റിൽ എനിക്ക് പേടിച്ച് ഞാൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞ നിമിഷങ്ങളുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെയധികം ധൈര്യത്തോടെ സംസാരിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് ദൈവാത്മാവിൻ്റെ ഇടപെടലാണ്.
ദൈവത്തിൻ്റെ കൃപ കൂടാതെ ആർക്കും ഒന്നും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഈ തകർച്ച വന്നപ്പോൾ ധ്യാനം കൂടി, ധ്യാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ആ സമാധാനം, യഥാർത്ഥ സന്തോഷം എൻ്റെ കുടുംബം അനുഭവിക്കുമ്പോൾ പിന്നീട് ഞങ്ങൾക്ക് ഉണ്ടായ തകർച്ചകളൊന്നും ഓർക്കാൻ സമയമില്ലായിരുന്നു. ആ പ്രശ്നങ്ങൾ നിരവധിയായി വന്നുകൊണ്ടിരുന്നു എങ്കിൽ പോലും ഞെരുക്കത്തിൻ്റെ നാളുകളിലും വളരെയധികം ഭാരമറിയാത്ത ഒരു ജീവിതമായിരുന്നു ദൈവം നമുക്ക് തന്നത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയിലൂടെയുള്ള യാത്രയായിരുന്നു. തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിടയിൽ ഫലങ്ങളില്ലാതായാലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അതെ, ഈ വിധത്തിലുള്ള ഒരു നീണ്ട 18 വർഷത്തോളമുള്ള കാത്തിരിപ്പായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനുമുണ്ടായിരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും വാടക വീടുകൾ കയറിയിറങ്ങുമ്പോഴും കർത്താവിനെ മാത്രം നോക്കിയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടുള്ള ഒരു വലിയ ജീവിതം തന്നെയാണ് നമുക്ക് ജീവിക്കുവാൻ ദൈവം കൃപ തന്നത്. ഈ അവസ്ഥയിലും ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും എൻ്റെ അച്ഛൻ മരിച്ചു, അമ്മ കിടപ്പായി. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങൾ മാറി മറിഞ്ഞുവെങ്കിലും എപ്പോഴും ദൈവത്തിൽ മാത്രം ശരണം വെച്ചുകൊണ്ടുള്ള യാത്ര. ആ യാത്രയിലാണ് തീർച്ചയായും പ്രശ്നങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു, ഞാൻ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. ഞാൻ കൂടുതലും ദൈവത്തിൻ്റെ ശുശ്രൂഷകളുമായി ഇറങ്ങുവാൻ ആഗ്രഹിച്ചു. ഫസ്റ്റിൽ ലീജിയൻ ഓഫ് മേരിയിലൂടെ പ്രവർത്തിച്ചു തുടങ്ങി. കരിസ്മാറ്റിക്കിൽ ലീഡറിൻ്റെ സ്ഥാനത്തേക്ക്, പ്രെയർ ഗ്രൂപ്പ് ലീഡറിൻ്റെ സ്ഥാനത്തേക്ക് എത്തുമ്പോഴും പിന്നീട് മുന്നോട്ട് ദൈവം എന്നെ സോണിൻ്റെ നേതൃത്വ നിരയിലേക്ക് കയറ്റുമ്പോഴും അത് കഴിഞ്ഞ് KSTയിൽ 3 വർഷം സേവനമനുഷ്ഠിക്കുവാനുള്ള കേരള കത്തോലിക്ക കരിസ്മാറ്റിക് റിന്യൂവൽ സർവീസിൽ 3 വർഷക്കാലം സേവനമനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുമ്പോഴും ദൈവത്തിൻ്റെ നിരന്തരമായുള്ള ആ നിരന്തരം അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ദൈവം എനിക്ക് തന്നത്. കർത്താവിലേക്ക് നോക്കുന്നവർ ഒരിക്കലും ഭഗ്നാശരാകേണ്ടതില്ല. അതെ, ദൈവത്തെ നോക്കിയുള്ള ആ ജീവിതയാത്രയിൽ ആവശ്യമുള്ളതെല്ലാം യഥാസമയം കർത്താവ് നിറവേറ്റി തരിക തന്നെ ചെയ്യുമെന്നുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചു. ഭവനം നഷ്ടപ്പെട്ടുവെങ്കിൽ കർത്താവ് നല്ല ഭവനം, ഞങ്ങൾ 3 മക്കളുണ്ടെങ്കിൽ 3 പേർക്ക് നല്ല ഭവനം തന്നു. അതുമാത്രമല്ല, ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങളെ നിറച്ചു. സമാധാനവും സന്തോഷവുമുള്ള ജീവിതത്തിലേക്ക് നമ്മെ നയിച്ചു. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ. ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ. കർത്താവ് 1 തെസ്സലോനിക്ക 5:6-7 പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരുവൻ്റെ കഷ്ടത അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവ്, ദൈവത്തിലേക്ക് ഉയരുവാനുള്ള ഒരു വലിയ വഴിയാണ് ദൈവം തുറക്കുന്നത്. സഹനങ്ങൾ നിരവധി ഉണ്ടായേക്കാം, പക്ഷേ ഈ സഹനങ്ങളെല്ലാം അവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല. ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ, ഒരു നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുവാൻ ദൈവം വിളിക്കുന്ന ഒരു വലിയ വിളിയാണ്. ദൈവത്തിൻ്റെ ഈ വിളി തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം നമ്മൾ ഈ സഹനം വഴിയായി നേടിയെടുക്കുന്നു. നിരന്തരമുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാം. വിശ്വാസത്തിൽ പലരും പങ്കുവെച്ചറിഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിലേക്ക് എത്തുമ്പോൾ പരീക്ഷണങ്ങൾ നിരവധി ഉണ്ടാകുമ്പോൾ വിട്ടെറിഞ്ഞു പോകുന്ന ഒത്തിരി മക്കളുടെ ജീവിതവും ഞാൻ ഒത്തിരി മക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അവർ പങ്കുവെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, പരീക്ഷണങ്ങളും നിരന്തരമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ഇട്ടെറിഞ്ഞു പോകാനുള്ളതല്ല നമ്മുടെ വിശ്വാസം. കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ തേടുവാനും സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാനുമാണ്. നമ്മുടെ കുറവുകളെയെല്ലാം നിറവുകളാക്കി മാറ്റുന്ന നാഥൻ, നിറവുകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന നാഥൻ, അനുഗ്രഹങ്ങളെ അഭിഷേകങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു നാഥനല്ലേ നമുക്കുള്ളത്. ഈ നാഥൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആരകറ്റും? ഈ കഷ്ടതയും ദാരിദ്ര്യവും ദുഃഖങ്ങളും സഹനങ്ങളും ഒറ്റപ്പെടലുകളും വേദനകളും നിന്ദനങ്ങളും ഒന്നും നമ്മെ നമ്മുടെ നാഥനിൽ നിന്ന് അകറ്റുകയില്ല. കർത്താവിൻ്റെ അനന്തമായ ഈ സ്നേഹമാണ് ഒരു മിഷണറിക്ക് നയിക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി അവൻ്റെ വിശുദ്ധീകരണം ആരംഭിച്ചു. ആ വിശുദ്ധിയിലേക്കുള്ള വിളി പൂർത്തിയാകുമ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ് അവൻ ആധ്യാത്മികതയിലെ തൻ്റെ മിഷണറി ആകുവാനുള്ള വിളി. ഇത് ആധ്യാത്മികതയുടെ ഒരു രഹസ്യമാണ്. ഒരു വ്യക്തിയെ ആ സ്നേഹത്തിൽ നിർത്തുമ്പോൾ വിശുദ്ധി അവനിലേക്ക് വർദ്ധിക്കുന്നു. നമ്മൾ നിരന്തരം ദൈവവുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധത്തിൽ ആഴപ്പെടുന്നു. ദൈവസ്നേഹം നമ്മെ ദൈവത്തിലെ കൂടുതൽ അറിയുവാനുള്ള തീഷ്ണതയിലേക്ക് നമ്മെ നടത്തുന്നു. ഇത് പറയുമ്പോഴും ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിച്ചു പോകുന്നു, നമ്മൾ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നത്. ഒരു ദിവസം തന്നെ നമ്മൾ ഒരു പുതുമയുള്ള ഒരു ദിവസം തന്ന് എല്ലാം പുതുമയുള്ള അനുഗ്രഹങ്ങളാക്കി ദൈവം മാറ്റുമ്പോഴും നമ്മൾ ഇല്ലായ്മയിലേക്കാണല്ലോ നമ്മൾ കണ്ണുകൾ ഉയർത്തുന്നത്, നമ്മൾ അവിടേക്കാണല്ലോ നോക്കുന്നത്. നിറവുകൾ നൽകുന്ന നാഥനെ നമ്മൾ എത്ര തിരിച്ചറിയുന്നു, നമ്മൾ എത്ര നോക്കുന്നു? ഇതാ നമ്മുടെ പരാജയം. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തെ നോക്കുക, ഹൃദയത്തെ ഉയർത്തുക, ദൈവസന്നിധിയിലേക്ക് നിരന്തരം പ്രാർത്ഥനകൾ ഒഴുക്കുക. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ചുറ്റും വേദനിക്കുന്ന അനേക മക്കൾ നിരവധി ഉണ്ടാകാം. ദൈവം തരുന്ന ഈ കൃപകളെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്പസ്തോലന്മാരിലൂടെ നടന്ന ആ ചാലകശക്തി പിന്നെ അത് വിശുദ്ധരിലൂടെ ചലിക്കാൻ തുടങ്ങി. ഇന്നിതാ നമ്മൾ ഓരോരുത്തരിലൂടെയും യേശുവിൻ്റെ നാമം ലോകമൊട്ടാകെ അറിയുന്നു. രക്ഷകൻ്റെ ആ പൂർണ്ണ സ്നേഹം നമ്മൾ വളരെയധികം എത്തിക്കേണ്ടതുണ്ട്. ഒരു കുടുംബിനി എന്ന നിലയിൽ ഒത്തിരിയധികം ഞെരുക്കങ്ങളുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിട്ടവട്ടങ്ങളോടെ ക്രമീകരിക്കേണ്ടതുണ്ടാകാം. കാര്യം, മിഷൻ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിത ശൈലി തന്നെ നമ്മൾ വളരെയധികം കർത്താവിനെ അറിയുമ്പോഴേ നമ്മുടെ ജീവിത ശൈലി മാറി മറിയുന്നു. അപ്പോൾ കൃത്യനിഷ്ഠതയുള്ള ഒരു ജീവിതത്തിലൂടെ, നിരന്തരമുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മിഷണറിയാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു വാഹനം ഓടിക്കുന്നു. ആ വാഹനം ശരിക്കും ഓടണമെങ്കിൽ അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും വേണ്ട വിധം നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് അപകടത്തിൽപ്പെടാം. അതുപോലെയാണ് ഒരു ആധ്യാത്മിക ജീവിതവും. ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടിയ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ദൈവം നമ്മളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു അതാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കേണ്ടത്. ഈശോയെ, അത് നമ്മുടെ കഴിവല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ കർത്താവ് പറയുന്നു, അവൻ ദൈവപുത്രനായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചതേയില്ല. അതേ, ആധ്യാത്മികതയുടെ ബേസിക് തലം എന്ന് പറയുന്നത് എളിമത്വം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ എത്രമാത്രം എളിമപ്പെടുന്നുവോ, ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യം അതാണ് കേട്ടോ. നമ്മുടെ ജീവിതം കല്ലറ എത്തുന്നത് വരെയും നമുക്ക് മാറാതെ നിൽക്കുന്ന ഒരു വലിയ കുറവ് നമുക്കുണ്ട്. അത് ഏതൊരു മനുഷ്യനെയും വേട്ടയാടുന്ന ഒരു വലിയ സത്യമാണ് അഹങ്കാരം. അഹങ്കാരം എന്നുള്ള ആ മൂലപാപം നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുള്ളൂ. ദൈവിക സാന്നിധ്യം വേണമെങ്കിൽ കർത്താവിനെ പോലെ, ശൂന്യവൽക്കരിച്ച ക്രിസ്തുവിനെ പോലെ ഒരു വ്യക്തിയാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതാ കർത്താവെ ഞാൻ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ ദൈവഹിതം മാത്രം എന്നിൽ നിറവേറട്ടെ. അതെ, ദൈവത്തിൻ്റെ ഹിതം മാത്രം നിറവേറുക. നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും തേടേണ്ടതില്ല. കർത്താവെ, അങ്ങയുടെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഇത് പറയുമ്പോൾ വീണ്ടും എനിക്കൊരു സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആ വിശ്വാസ ജീവിതം നീണ്ടുവന്നു. ഞാൻ കാറ്റഗിസം കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ വേണ്ടുന്ന ഇടവക പ്രവർത്തനങ്ങൾ ചെയ്തു വന്നിരുന്ന ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഞാൻ വീഴാനിടയായി. എനിക്ക് ഒത്തിരി ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു. പക്ഷെ നിരന്തരം ഇങ്ങനെ ഉണ്ടായെങ്കിലും പ്രാർത്ഥനയിലൂടെ അതിൻ്റെ ഭാരങ്ങൾ അറിയാതെ ഞാൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഈ അവസ്ഥയിലാണ് ദൈവം എനിക്ക് പിന്നീട് മനസ്സിലാകുന്നത്, ഞാനൊരു വലിയ എൻ്റെ യൂട്രസിൽ ഒരു ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം, 2 കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം, അങ്ങനെ ഒത്തിരി കണ്ണുകളുടെ കാഴ്ചകൾക്ക് വളരെ പ്രശ്നം, ഇങ്ങനെ ഒത്തിരി രോഗങ്ങളുടെ അതികഠിനമായ ഒരവസ്ഥയിലേക്ക് ഞാൻ വീണുകൊണ്ടിരുന്നു. ഈ ഘട്ടത്തിൽ ഓപ്പറേഷൻ്റെ ഡേറ്റ് പോലും ഫിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഡിവൈനിൽ പോയി ഒന്നുകൂടെ ധ്യാനം കൂടണം എന്നുള്ള അതിയായ ആഗ്രഹം. പക്ഷേ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആ ദയനീയമായ അവസ്ഥയിലും ഒത്തിരി ഇടവക സഹോദരങ്ങളുടെ സഹായത്തോടെ എനിക്ക് ഡിവൈനിൽ പോകാൻ സാധിച്ചു. എന്തു പറയാനാ, ആ മണ്ണിലൊന്ന് ചവിട്ടിയപ്പോഴേ ഒരു വലിയ ആശ്വാസം. പിന്നീട് നടന്നതെല്ലാം വലിയ വലിയ അത്ഭുതങ്ങളായിരുന്നു. വളരെ ദിവ്യകാരുണ്യനാഥൻ്റെ ആരാധന നടക്കുന്ന സമയത്ത് വളരെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എന്നിലുണ്ടായി. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള അനുഭവം, കറണ്ട് പാസ് ചെയ്യുന്നു, എനിക്കറിയില്ല. ദൈവം എന്നെ ഒത്തിരി സ്പർശിച്ച നിമിഷങ്ങൾ. ഇന്ന് ഞാനത് വളരെ സന്തോഷത്തോടുകൂടെ, ആ കൃപയാണ് എന്നെ ഇപ്പോഴും ആത്മാവിൻ്റെ ചലനമായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണം കൂടുതൽ ഒരു പടി കൂടെ ഉയർത്തുവാനായിട്ട് ദൈവം എന്നെ ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ സഹനങ്ങളിലൂടെയൊക്കെ കടക്കുന്നത്. ഇവിടെ ഒത്തിരി അത്ഭുതങ്ങളായിരുന്നു. പിന്നീട് ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഈ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തെങ്കിൽ പോലും ഒരു അസുഖവും ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല. എല്ലാം ദൈവമഹത്വത്തിനായി മാത്രം, കർത്താവിൻ്റെ മഹത്വത്തിനായി. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള അവൻ്റെ എല്ലാ കഴിവുകളും ഗുണങ്ങളും എല്ലാം അവൻ്റെ നേട്ടങ്ങളല്ല, ദൈവം അവന് നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവമഹത്വത്തിനായി മാറട്ടെ. ഞാൻ ഡിവൈനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, അത് എൻ്റെ കഴിവല്ല, കർത്താവിൻ്റെ കൃപ എന്നെക്കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചു. കർത്താവെ, ഞാൻ പോകുന്നു, പക്ഷേ ഓപ്പറേഷനാണ് അങ്ങ് അനുവദിക്കുന്നതെങ്കിൽ അത് മാത്രം മതി. അല്ലാതെ എന്നെ അങ്ങ് അത്ഭുതകരമായി സുഖപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ദൈവഹിതം മാത്രം എന്നിൽ നിറവേറട്ടെ. ഈ ഒരു പ്രാർത്ഥന പറയുവാൻ, ചിന്തിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ശുശ്രൂഷകൾക്ക് ഇറങ്ങുമ്പോഴും ഞാൻ പറയാറുണ്ട്, ധ്യാനിക്കാറുണ്ട്, നിരന്തരം പറയുന്ന കാര്യമാണ്, ദൈവമേ, അങ്ങയുടെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ മാത്രമേ അവന് നമ്മിൽ ഇടപെടുവാൻ സാധിക്കുള്ളൂ. നമ്മെ വിട്ടുകൊടുക്കുന്ന നിമിഷങ്ങളിലാണ് ദൈവത്തിന് നമ്മൾ അത്ഭുതങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലെടുത്ത് ദൈവത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്നത്. അവിടെ ഒരു പിടിച്ചുവയ്പ്പിൻ്റെ ആവശ്യമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കുഞ്ഞിനെ പോലെ നിൽക്കുവാനുള്ള ആ കൃപ, ദൈവം എന്തെന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതായി തീരുവാനുള്ള കൊതി. സ്ഥാനമാനങ്ങൾ നേടുകയോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രധാനം.
ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടി അതിയായി കൊതിച്ചോടിയാലും, ഇങ്ങനെ ഒത്തിരി തീഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുന്നുവെങ്കിലും ഹൃദയത്തിനകത്ത് സ്ഥാനമാനങ്ങൾക്കും ബഹുമതികൾക്കും ഒക്കെ പ്രാധാന്യം നൽകുമ്പോഴും അവസാനം അവൻ കണ്ടറിഞ്ഞു, ഇല്ല, യഥാർത്ഥമായ ആ സ്നേഹം ഞാൻ രുചിച്ചറിയുന്നു എന്നുള്ള തിരിച്ചറിവ് അറിഞ്ഞ നിമിഷം മുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന മകനായി ആ വ്യക്തി മാറി. പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറിയപ്പോൾ കർത്താവ് അവന് കൊടുത്ത സമ്മാനമാണ് കർത്താവിൻ്റെ പീഡകൾ, പഞ്ചശതങ്ങൾ ശരീരത്തിൽ അത് ഒരു ഭാഗ്യമായി മുദ്രയായി നൽകുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് ദൈവം നൽകിയ സമ്മാനം. അതുപോലെ നമ്മളും പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളായി മാറുക. നമ്മുടെ മിഷൻ പ്രവർത്തനം, ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നതും അതാണ്. ഒരു മിഷണറി അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക. അവൻ നിരന്തരം പ്രവർത്തിച്ച് വളരെയധികം ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്ത് ഓടുമ്പോഴും പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടത്. വിശുദ്ധരുടെ ജീവിതങ്ങൾ എടുക്കുമ്പോഴും അവർ ഒത്തിരി പേർ രാത്രികാലങ്ങളിൽ മുഴുവൻ ഉറക്കമില്ലാതിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയാണ് അവരുടെ ജീവിതത്തിൽ അവർ ഓടി നടന്ന് ശുശ്രൂഷകൾ ചെയ്ത് അത്ഭുതങ്ങളിലൂടെ നടന്നത്. നമ്മളുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്ന ചൈതന്യമാണ് നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. ഇതിന്ന് പലയിടത്തും ചോർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ സന്നദ്ധരാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ചലനം, ദൈവത്തിൻ്റെ ആ ചൈതന്യം നമ്മളിൽ നിറഞ്ഞു തുളുമ്പും. വിശുദ്ധ മദർ തെരേസ പറയുന്നു, സമാധാനം ആരംഭിക്കുന്നത് ഒരു ചെറിയ പുഞ്ചിരിയിലൂടെയാണ്. നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നു? എത്രയോ പേരെ നമ്മൾ കടന്നു പോകുന്നു. അവർക്കൊരു ചെറു പുഞ്ചിരി നൽകുവാൻ നമുക്ക് എത്ര സാധിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ മാറിയാണ് നടക്കുന്നത്. എത്രയോ പേർക്ക് ആശ്വാസം കൊടുക്കുവാനുള്ള നിമിഷങ്ങളെ നമ്മൾ എത്രമാത്രം ദയനീയതയിലേക്ക് മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. നമുക്കിന്ന് ഒരു ചിന്തയെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന സുവിശേഷം ആയി മാറുവാൻ, എൻ്റെ ജീവിതം ഇനി മുതൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അതെ സഹോദരങ്ങളെ, ഇനി മുതൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള വചനം പ്രാവർത്തികമാകാൻ ആണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരു ദേവാലയത്തിൽ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിൻ്റെ മുകളിൽ ഇരു കൈകളും വിരിച്ചു പിടിച്ച സ്റ്റാച്ചു. ഒത്തിരി എല്ലാവർക്കും വളരെ ആശ്വാസവും അനുഗ്രഹവും സന്തോഷവും നൽകുന്ന ഒരു സ്റ്റാച്ചു. പക്ഷെ ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോൾ ആ സ്റ്റാച്ചുവിൻ്റെ കൈകൾ കാണാനില്ല. കൈകളില്ലാത്ത സ്റ്റാച്ചുവാണ് ജനങ്ങൾ കണ്ടത്. അവർ വളരെ വിഷമിച്ചു. ഇടവികാരിയും ഇടവക ജനവും കൂടെ ആ സ്റ്റാച്ചു താഴെ ഇറക്കി അതിനെ നശിപ്പിച്ച് കളയാം എന്ന് ചിന്തിച്ചു. അവിടെ ഒരു പുതിയ സ്റ്റാച്ചുവും വെച്ചു. ഇടവക ജനം പിരിഞ്ഞു പോയി. പക്ഷേ ഇടവക വൈദികൻ ആ സ്റ്റാച്ചുവിനെ എടുത്ത് ഒരു ദേവാലയത്തിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഒരു ചെറു കുറിപ്പ് ഇങ്ങനെ എഴുതി അതിനടിയിൽ വെച്ചു, ഇനി മുതൽ എൻ്റെ കൈകളാണ് നിങ്ങളുടെ കൈകൾ, ഇനി മുതൽ എൻ്റെ വാക്കുകളാണ് നിങ്ങളുടെ വാക്ക്, ഇനി മുതൽ എൻ്റെ ശരീരമാണ് നിങ്ങളുടെ ശരീരം. എങ്ങനെയിരിക്കുന്നു? ഇടവക ജനം വന്നു നോക്കിയപ്പോൾ ആ കുറിപ്പ് കണ്ടു. അവർ വല്ലാതെ ഫീൽ ചെയ്ത ഒരു അനുഭവമായിരുന്നു. ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതെ, ഇനി മുതൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിന് ഇടപെടണമെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരിലൂടെയുമാണ് ദൈവം ഇടപെടാൻ, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് നിന്നുകൊടുത്താൽ മാത്രമേ ദൈവത്തിന് ഇടപെടാൻ സാധിക്കൂ. മനുഷ്യ ജീവിതത്തിൽ അവന് ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന് മാത്രമാണ് ഇത്രയും സ്വാതന്ത്ര്യം ജന്മാവകാശമായിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറുമ്പോഴാണ്
നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ സ്വാർത്ഥമോഹങ്ങൾ ദൈവത്തിൽ നിന്ന് നാം എത്രമാത്രം അകലുന്നുവോ ആ നിമിഷങ്ങളിലാണ് നമ്മളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്. നമുക്ക് വീണ്ടും ഒന്ന് ആലോചിക്കാം. ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം തേടുവാൻ, ദൈവമകൻ ദൈവമകൾ എന്നുള്ള ആ പദവിയുടെ മൂല്യം തിരിച്ചറിഞ്ഞ്, ഈ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമ്മുടെ ജീവിതത്തിലെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് സ്വർഗം സന്തോഷിക്കുന്നത്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്തിയെങ്കിൽ, ആ ഓരോ തുള്ളി തിരുരക്തവും നമുക്ക് വേണ്ടി ഒഴുക്കിയെങ്കിൽ, അവൻ ബലിയായെങ്കിൽ, നമ്മളും അതുപോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് നിന്നു കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇനി മുതൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നിറവേറ്റുവാൻ അങ്ങ് വിളിച്ചിരിക്കുന്ന വിളിയുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തമാക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5-ാം ദിവസം മിസിയോ 2020 കർത്താവായ ഈശോ സത്യമായിട്ടും നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അഭിഷേകത്തോടെ കർത്താവിനെ നമ്മുടെ സന്നിധിയിലേക്ക് ഗാനമാലപിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 ആരാധന. ആത്മാവിലായിരം മുറിമുഴക്കിടും ആത്മീയ നിമിഷമീ ആരാധന, ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമീ ആരാധന, 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 ആരാധന. കർത്താവേ, നീ സ്പർശിക്കണമേ. കർത്താവേ, നിന്റെ വചനം കൊണ്ട് എല്ലാ പ്രേക്ഷിതരെയും സ്പർശിക്കണമേ. കർത്താവേ, കർത്താവേ, വചനങ്ങളിൽ ആഴപ്പെടാനുള്ള കൃപ ഓരോ പ്രേക്ഷിതനും ലഭിക്കട്ടെ. കർത്താവേ, ഓരോ ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവേ, വചനാഭിഷേകത്താൽ നിറയട്ടെ. കർത്താവേ, ഞങ്ങളുടെ ചിറകുകളാണ് ദൈവവചനം.
ഓരോ പ്രേക്ഷിതന്റെയും സുവിശേഷകന്റെയും ചിറകാണ്, ഉയരുവാനുള്ള ശക്തിയാണ് ദൈവത്തിന്റെ വചനമെന്നുള്ള വലിയ ബോധ്യം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ ഈശോയെ. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമീ ആരാധന. ആരാധന 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ കുർബാനയില് കർത്താവായ ഈശോ ഈ മിസിയോ 2020 5-ാമത്തെ ദിവസം എഴുന്നള്ളി വന്നിരിക്കുന്നത് നമ്മളെ സ്പർശിക്കാനാണ് മക്കളെ, നമ്മളെ അനുഗ്രഹിക്കാനാണ്, വചനം നൽകി നമ്മളെ ശക്തിപ്പെടുത്താനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ കർത്താവിൻ്റെ നേരെ നീട്ടുക. സ്വർഗത്തിലെ തീക്കനലുകൊണ്ട്, പരിശുദ്ധാത്മാവെന്ന തീക്കനലുകൊണ്ട് പരിശുദ്ധ കുർബാന നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തും. നമുക്ക് സ്വർഗം നൽകിയ തീക്കനലാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദ വേർഡ് ബിക്കേം ഫ്ലെഷ്. വചനം മാംസമായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വചനം നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ അനുഗ്രഹിക്കും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ എല്ലാം മറന്നൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഈ അഭിഷേകം കൊണ്ട് നിറക്കണമേ, വചനം കൊണ്ട് നിറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. Praise the Lord. 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 പ്രിയപ്പെട്ടവരെ, എപ്പോഴെല്ലാം ഒരു സുവിശേഷകൻ തളർന്നിരിക്കുമ്പോൾ അവനെ ബലപ്പെടുത്തുന്നതാണ് വിശുദ്ധ വചനം. ഞാൻ സെമിനാരിയിൽ ചേരാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനോട് ചെന്ന് ചോദിച്ചു. ഒരു സാധാരണക്കാരനായ അപ്പച്ചൻ, അപ്പച്ച ഞാൻ സെമിനാരിയിൽ ചേരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, മോനെ നീ സെമിനാരിയിൽ ചേരുന്നത് എനിക്ക് സന്തോഷമാണ്, പക്ഷേ ഒരു നല്ല വൈദികനായി തീരാനായിട്ട് നീ ആഗ്രഹിക്കണം, ഒരു നല്ല വൈദികനായി തീരണം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ആ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ക്രിസ്ത്യാനി അപ്പച്ചൻ തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണ് വിശുദ്ധിയുള്ള ഒരു വൈദികനാകണം.
കൃപയുള്ള ഒരു വൈദികനാകണം, അഭിഷേകമുള്ള ഒരു വൈദികനാകണം. സാധാരണ സെമിനാരിയിലൊക്കെ പഠിക്കുമ്പോൾ പണ്ട് നമ്മൾ സാധാരണ എല്ലാ മാസവും വീടുകളിലേക്ക് കത്തുകൾ എഴുതും. അപ്പോൾ എനിക്കെപ്പോഴും മറുപടി എഴുതുന്നത് എൻ്റെ അപ്പച്ചനാണ്. അപ്പോൾ ഓരോ തവണ മറുപടി എഴുതുമ്പോഴും അതിൻ്റെ അവസാനം NB എന്ന് പറഞ്ഞ് എഴുതും. എന്നിട്ട് പറയും, മോനെ നീ വൈദികനാകുമ്പോൾ, നീ പട്ടം സ്വീകരിക്കുമ്പോൾ നിന്റെ വലതുവശത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓരോ കത്തിലും ഒരു സാധാരണക്കാരനായ ക്രിസ്ത്യാനി, ഒരു കുടുംബനാഥൻ, ഒരപ്പച്ചൻ എഴുതിയാണ്, മോനെ നീ പ്രേക്ഷിത ശുശ്രൂഷ പ്രവേശിക്കുന്ന നിമിഷം, നീ പൗരോഹിത്യ അന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന ദിവസം എനിക്ക് നിന്റെ വലതുവശത്ത് നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ പെട്ടെന്ന് ഞാൻ പട്ടം കിട്ടുന്നതിന് മുൻപ് എൻ്റെ അപ്പച്ചൻ പെട്ടെന്ന് മരണമടയുകയാണ്. ഞാൻ വളരെയധികം ദുഃഖിതനായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എൻ്റെ അപ്പച്ചൻ എന്തുമാത്രം ആഗ്രഹിച്ചതാണ് എൻ്റെ വലതുഭാഗത്ത് എനിക്ക് പട്ടം കിട്ടുമ്പോൾ എൻ്റെ വലതുഭാഗത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കണമെന്ന്. അങ്ങനെ നിരാശപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു സഹോദരി, ഒരു അഭിവന്യ പിതാവിൻ്റെ അപ്പൻ്റെ മരണത്തിൻ്റെ സമയത്ത് ആ പിതാവിനെ ബലപ്പെടുത്തിയ വചനമെന്ന് പറഞ്ഞ് CP വർക്കി അച്ഛൻ എന്ന് പറയുന്ന അതിപ്രശസ്തനായ കേരളം കണ്ട ഒരു സൈക്കോളജിസ്റ്റ് വൈദികൻ അനവധി പുസ്തകങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ആ പിതാവിൻ്റെ അപ്പം മരിച്ചപ്പോൾ പിതാവിനെ ആശ്വസിപ്പിച്ച വചനവും കൂടി എഴുതി ചേർത്തൊരു പുസ്തകം ഒരു സഹോദരി എനിക്ക് അയച്ചു തന്നു. അതിൽ ഇപ്രകാരമാണ്, ഡോണ്ട് ക്രൈ, കരയരുത്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശയിൽ തളർന്നിരിക്കുന്ന ഒരു പ്രേക്ഷിതന്, ഒരു സുവിശേഷകന്, ഒരു വചനപ്രഘോഷകന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയാണ്, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഇന്നത്തെ വിഷയം നമുക്കറിയാം, വചന കേന്ദ്രീകൃതമായ ഒരു മിഷനാണ് ഈ 5-ാം ദിവസം മിസിയോ 2020 നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ബൈബിളിലെ ആരംഭം മുതൽ വെളിപാടിന്റെ അവസാനത്തെ വരികളിൽ വരെ എടുത്ത് പരിശോധിച്ചാൽ ദൈവവചനം ഓരോ ശുശ്രൂഷകനും, ഓരോ പ്രേക്ഷിതനും, ഓരോ വചനപ്രഘോഷകനും കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ വചനത്തിന് നന്ദി. യേശുവിന്റെ വചനത്തിന് നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ, എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല
യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാനാഥൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാനാഥൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അപ്പൻ്റെ മരണത്താൽ ദുഃഖിതനായി തലകുമ്പിട്ടിരിക്കുമ്പോൾ അന്നത് ദുരന്ത കഥയായിരുന്നെങ്കിൽ പിന്നീടുള്ള എൻ്റെ പൗരോഹിത്യ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ എൻ്റെ പൗരോഹിത്യത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അപ്പൻ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ദൃഢമായ ബോധ്യമാണ് എനിക്ക് ലഭിച്ചത്. അന്നതൊരു ദുരന്ത കഥയായിരുന്നെങ്കിൽ ഇന്ന് അത് ദൈവാനുഭവത്തിൻ്റെ ദൈവകൃപകളുടെ ഒരവസരമായി മാറുകയാണ്. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഇപ്പോൾ തളർന്നിരിക്കുന്നവരെ, വിഷമിക്കുന്ന പ്രേക്ഷിതരെ, തകർന്നുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിതരെ വീണ്ടും ഊർജ്ജസ്വലരാക്കുന്ന ശക്തിയാണ്, ചിറകാണ് ദൈവവചനം. ആ വചനത്തിൻ്റെ ശക്തിയാണ് ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ കുടുംബങ്ങളിലേക്ക്, ഓരോ വചനപ്രഘോഷകരിലേക്ക്, ഓരോ പ്രേക്ഷിതരിലേക്ക് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്നും നിർഗളിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും ഒന്ന് തലകുമ്പിട്ട് കർത്താവിനെ ഒന്ന് ആരാധിച്ച്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർമ്മങ്ങൾ വന്നല്ലോ പൂർണ്ണ
കാലം സൃഷ്ടിയും കീർത്തിയും ശക്തിയുമാർന്നു വാഴുക ത്രിത്വൈക ദൈവമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ നന്ദി, എൻ്റെ യേശുവേ സ്തുതി, എൻ്റെ യേശുവേ ആരാധന, എൻ്റെ യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.